Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് എല്ലാവരും നോക്കിയോ? നോക്കിയോ? എന്താരൊന്നും പറയാത്തെ? ക്ലിയർ ആണോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? ബാക്കി എടുക്കാട്ടോ നമുക്ക്. കാറ്റഗറി ടേബിൾ കഴിഞ്ഞു അല്ലെ നമ്മുടെ. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ബയോമെഡിക്കൽ വേസ്റ്റ് എവിടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, എങ്ങനെയുള്ള വണ്ടികളിലായിരിക്കണം കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. Unprocessed biomedical waste must be carried only in specially arranged vehicle like trolleys or in covered wheelbarrows. എന്താണ് അൺപ്രോസസ്ഡ് എന്ന് പറഞ്ഞാൽ സംസ്കരിക്കാത്ത അല്ലെ, സംസ്കരിക്കാത്ത ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്താണ് സ്പെഷ്യലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്പെഷ്യലി അറേഞ്ച്മെന്റ്സുകളുള്ള വണ്ടികളിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ലൈക്ക് ട്രോളീസ് ഓർ ഇൻ കവേർഡ് വീൽ ബാരോസ്. എന്താണ് കവേർഡ് ചെയ്യുന്ന വീൽ ബാരോസിലോ അല്ലെങ്കിൽ ട്രോളികളിലോ ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. The bags or container holding biomedical waste have to be tied before transportation. ബയോമെഡിക്കൽ വേസ്റ്റുകള് അതടങ്ങുന്ന ബാഗ് അല്ലെ, നമ്മ പറഞ്ഞത് പല കളർ ബാഗുകളിലേക്കായിരിക്കും നമ്മ സൂക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ ആ ബാഗ് അല്ലെങ്കിൽ ആ കണ്ടെയ്നർ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് നല്ലോണം കെട്ടിയിട്ടായിരിക്കണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മ ആ ബാഗ് അല്ലെങ്കിൽ ആ കവർ കെട്ടിയിട്ടില്ലെങ്കിൽ താഴെ വീണ് പോകാം അല്ലെ. വേസ്റ്റുകളാണ് അല്ലെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ബാഗ് അല്ലെങ്കിൽ ആ കണ്ടെയ്നർ നല്ല രീതിയിൽ കെട്ടിയിട്ട് വേണം കൊണ്ടുപോകുന്നതിന് വേണ്ടി. Before transportation, the bag containing biomedical waste, it has to be accompanied by a document signed from the nurse or doctor that includes date, shift, quantity and destination. ഈ ബയോമെഡിക്കൽ വേസ്റ്റുകള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് രേഖകൾ കാണിക്കണം. എന്താണ്, ഒരു നഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്ത ഡോക്യുമെന്റുകളായിരിക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും, ഇൻക്ലൂഡ് ഡേറ്റ് ഉണ്ടായിരിക്കും, ഷിഫ്റ്റ് എവിടെ നിന്നാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് മാറ്റുന്നത്, ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, എവിടേക്കാണ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച രേഖകള് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ട്രാൻസ്പോർട്ടേഷനും അല്ലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അങ്ങനെയുള്ള രേഖകൾ അല്ലെങ്കിൽ എന്താണ് ഡോക്യുമെന്റ്സുകൾ കൊണ്ടുപോകണം. It should also be possible to wash the interior of the container completely. ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമുക്ക് സൂക്ഷിക്കുന്ന കണ്ടെയ്നറിന്റെ ഉൾഭാഗം എന്താണ് നല്ല രീതിയിൽ നമുക്ക് വാഷ് ചെയ്ത് അല്ലെ കഴുകി സൂക്ഷിക്കാൻ പറ്റണം.
ഒരു സാധനം നമ്മൾ ആ വേസ്റ്റ് ആ കണ്ടെയ്നറിൽ കൊണ്ടുപോയി അത് എത്തേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, പിന്നീട് രണ്ടാമത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ കണ്ടെയ്നർ നല്ല രീതിയിൽ കഴുകി ഡിസിൻഫെക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയോ? ബയോമെഡിക്കൽ വേസ്റ്റുകൾ ക്യാരി ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് സ്പെഷ്യലി അറേഞ്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വെഹിക്കിൾസിലായിരിക്കണം, ട്രോളീസിൽ അല്ലെങ്കിൽ കവേർഡ് ആയിട്ടുള്ള വീൽ ബാരോസിലായിരിക്കണം. ദ ബാഗ്സ് കണ്ടെയ്ൻ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ അടങ്ങുന്ന ബാഗുകൾ അല്ലെങ്കിൽ കണ്ടെയ്നർ നല്ല രീതിയിൽ അത് പുറത്തേക്ക് വീഴാതിരിക്കാൻ അല്ലെ, ആ വേസ്റ്റുകൾ കൊണ്ടുപോകുന്ന സമയത്ത് പുറത്തേക്കൊന്നും വീഴാതിരിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ കെട്ടിയിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ബിഫോർ ട്രാൻസ്പോർട്ടിങ് ദ ബയോമെഡിക്കൽ വേസ്റ്റ്, എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ എന്താണ് അതിന് വേണ്ടിയിട്ട് രേഖകൾ കാണിക്കണം നമ്മൾ കൊണ്ടുപോകുമ്പോ. അപ്പൊ എന്താണ് ഒരു അവിടുത്തെ ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട നേഴ്സോ അതല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്ത ഒരു രേഖയോടൊപ്പമായിരിക്കണം ബയോമെഡിക്കൽ വേസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു സെന്റൻസ് മിസ് വിട്ടുപോയി. സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ നീഡ് ടു ബി വെൽ എൻക്ലോസ്ഡ്. എന്താണ് ഇതിന് വേണ്ടി ഈ വേസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന വണ്ടി എന്താണ് എൻക്ലോസ് ചെയ്ത് ഫുള്ളായിട്ട് മൂടിക്കെട്ടിയ വണ്ടികളിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതല്ലെങ്കിൽ ചിലപ്പോ ആ വണ്ടിന്ന് തെറിച്ച് താഴേക്കൊക്കെ വീണു പോകാം അല്ലെ, വേസ്റ്റുകളാണ്. അപ്പൊ എന്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ, മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാം അല്ലെ, പൊല്യൂഷൻസ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെയൊന്നും വീഴ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടിക്കെട്ടിയ വണ്ടികളിലായിരിക്കണം, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള വണ്ടികളിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന കണ്ടെയ്നേഴ്സ് കൊണ്ടുപോയതിനു ശേഷം എന്താണ് നല്ല രീതിയിൽ നമുക്ക് കഴുകി യൂസ് ചെയ്യാൻ പറ്റണം. ഇന്റീരിയർ അല്ലെ, ഉൾഭാഗം, കണ്ടെയ്നറിന്റെ ഉൾഭാഗം നല്ല രീതിയിൽ നമ്മൾ കഴുകണം. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റുകള് കൈകാര്യം ചെയ്യേണ്ട ആളുകള് പേഴ്സണൽ സേഫ്റ്റി ഡിവൈസുകൾ അവരെ സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഓൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഡിവൈസുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ? ഏതൊക്കെയായിരിക്കും? പറയാമോ? ഗിയർ മീൻസ് ഡിവൈസസ്. ഗ്ലൗസ്, പിന്നെന്താണ് മാസ്കുകള്, ഗൗൺസുകൾ അല്ലെ, ആപ്രോൺസ്, ഗ്ലൗസുകള്. ഓക്കെ. ഡിവൈസസ് ആണ്, നമ്മൾ ധരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ബൂട്ട്സ് ഒക്കെ പെടും കേട്ടോ, ബൂട്ട്സ് കാലുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്. ദ യൂസ് ഓഫ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് എന്നാണ് നമ്മ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകള്, ഗൂഗിൾസുകള്. ഓക്കെ. ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി ഫോർ ഓൾ ദ സ്റ്റാഫ് ഹു ഹാൻഡിൽ വേസ്റ്റ് എന്നാണ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫുകളും എന്താണ് നിർബന്ധമായും പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. ആദ്യത്തേത് ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ് എങ്ങനെയുള്ളതാണ്? ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ് നല്ല ഹെവി ആയിട്ടുള്ള, കീറിപ്പോകാത്ത രീതിയിൽ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർ യൂസ് ചെയ്യുന്ന ഗ്ലൗസുകൾ കണ്ടിട്ടുണ്ടോ? അതെന്ത് വെച്ചു പെട്ടെന്ന് കീറിപ്പോവും അല്ലെ, ചിലപ്പോ അവർ വലിച്ചിടുമ്പോ അത് കറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവാലോ, കണ്ടിട്ടില്ലേ സാധാരണ ഗ്ലൗസുകൾ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട്
ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസുകൾ വേണം അവർ ധരിക്കുന്നതിന് വേണ്ടിയിട്ട്. ദിസ് ഷുഡ് ബി ബ്രൈറ്റ് യെല്ലോ. മഞ്ഞ കളറിലെ ഗ്ലൗസ് കണ്ടിട്ടില്ലേ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ? പൊതുവെ എന്ത് കളറാണ്? യെല്ലോ കളറുള്ള ഗ്ലൗസുകളായിരിക്കും ധരിക്കുന്നത്. After handling the waste, the gloves should be washed 2 times. നമ്മ വേസ്റ്റ് ക്വാളിറ്റി ഉള്ള അല്ലെ റബ്ബർ ഗ്ലൗസുകൾ ധരിക്കുക. ഓക്കെ, ഈ വേസ്റ്റുകള് ഹാൻഡിൽ ചെയ്തതിന് കൈകാര്യം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? The gloves should be washed 2 times. ആ ഗ്ലൗസ് നമ്മ ചിലപ്പോ വേസ്റ്റുകള് ഈ ഗ്ലൗസ് കൊണ്ട് വാരി ഒരിടത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, അതല്ലെങ്കിൽ അതിന്റെ ബാഗ് നമ്മ പൊക്കിയിട്ടുണ്ടാവാം അല്ലെ, അതല്ലെങ്കിൽ എന്താണ് വേസ്റ്റുകൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ടാവും അല്ലെ. പല രീതിയിൽ നമ്മൾ ഈ വേസ്റ്റുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന് ശേഷം ഗ്ലൗസ് 2 തവണ നല്ല രീതിയിൽ കഴുകണം. The gloves should be washed after each use with soap and disinfect. ഓരോ യൂസിന് ശേഷം, ഓരോ തവണ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷവും ഗ്ലൗസുകൾ സോപ്പ് വെച്ചോ അല്ലെങ്കിൽ ഇൻഫെക്റ്റന്റ് ലായനികൾ, ലിക്വിഡുകൾ അല്ലെ, സോപ്പ് ലായനികളൊക്കെ വെച്ച് കാണിട്ട് കെമിക്കൽ സൊല്യൂഷൻസ് ഒക്കെ വെച്ച് കാണിട്ട് കഴുകണം. The size should be fit to the operator. ഈ ഗ്ലൗസിന്റെ സൈസ് എങ്ങനെയായിരിക്കണം? അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഒരാള് ബയോമെഡിക്കൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഗ്ലൗസ് ഇടാണ്, ലൂസ് ആണെങ്കിൽ എന്ത് പറ്റും? അയാൾക്ക് അത് കറക്റ്റ് ഫിറ്റ് അല്ല. ലൂസ് ആണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് അത് ഊരിപ്പോകാം അല്ലെ. ഗ്ലൗസുകൾ കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ ലൂസ് ആണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ഊരിപ്പോ. അപ്പൊ എന്ത് പറ്റും? വേസ്റ്റ് അയാളുടെ കയ്യൊമ്മയൊക്കെ ആവും അല്ലെ. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ടൈറ്റ് ആണെങ്കിൽ ചിലപ്പോ അയാൾക്ക് എന്താണ് ആ ഗ്ലൗസുകൾ യൂസ് ചെയ്തങ്ങാട്ട് ജോലി ചെയ്യാൻ പറ്റില്ല അല്ലെ. കൈ എറിഞ്ഞ് കൈയൊക്കെ വേഗം എടുത്ത് അയാൾക്ക് കറക്റ്റ് രീതിയിൽ അയാളുടെ ജോലി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കറക്റ്റ് സൈസിലുള്ള ഗ്ലൗസുകൾ വേണം അവര് ധരിക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ആപ്രോൺസ്, ഗൗൺസ് ആൻഡ് സ്യൂട്ട്സ്. എന്താണ് അവര് ആപ്രോൺസ് അല്ലെങ്കിൽ ഗൗൺസുകൾ, സ്യൂട്ടുകൾ എന്താണ് അവരുടെ ശരീരത്തിലേക്ക് അല്ലെ, സ്കിന്നിലേക്ക് അതല്ലെങ്കിൽ അവരുടെ ക്ലോത്തിലേക്കൊന്നും ഇൻഫെക്ഷൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതാണ് എന്താണ് ഗൗണ്, സ്യൂട്ട്സ്, ആപ്രോൺസ് ഒക്കെ ധരിക്കുക. നെക്സ്റ്റ് മാസ്ക്. മാസ്ക് ധരിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക് അല്ലെ, പലതരത്തിലുള്ള മാസ്കുകൾ ഉണ്ട്. ഗൂഗിൾസ് ആൻഡ് ഫേസ് ഷീൽഡ് ഷുഡ് ബി വോൺ. എന്താണ് ആപ്രോൺസ് എന്ന് പറഞ്ഞാല് നമ്മ ഡ്രസ്സിന്റെ മുകളിൽ ഇടില്ലേ, അതിനെ പറയുന്നതാണ് ആപ്രോൺസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക്, പലതരത്തിലുള്ള മാസ്കുകൾ ഉണ്ട്. ഗൂഗിൾസ് ആൻഡ് ഫേസ് ഷീൽഡ് ഷുഡ് ബി വോൺ എലോൺ ഓർ കോമ്പിനേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഗൂഗിൾസ് കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, ഗൂഗിൾസും ഫേസ് ഷീൽഡും വേറെ വേറെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടിന്റെ കോമ്പിനേഷനിൽ വരുന്ന മാസ്കുകൾ ഉണ്ട് അല്ലെ, രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന മാസ്കുകളില്ലേ? ഇല്ലേ, കണ്ണിന്റെയും ഫേസ് ഷീൽഡും കൂടി ഒരുമിച്ച് വരുന്ന മാസ്കുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ധരിക്കാം. എന്താണ് ടു ഗിവ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ. ഇതെന്താണ്? നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയി, ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ബാരിയർ ആയി പ്രവർത്തിക്കുന്നു. ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ പേഴ്സണൽ ഹു വർക്ക് ഇൻ ദ ഇൻസിനറേറ്റർ ചേംബർ ടു പുട്ട് ഓൺ എ മാസ്ക് ദാറ്റ് കവേഴ്സ് ബോത്ത് നോസ് ആൻഡ് മൗത്ത് ഇഫ് പോസിബിൾ. ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായും കമ്പൽസറി ആയും എന്താണ് മാസ്കുകൾ ധരിക്കുക. എങ്ങനെയുള്ള മാസ്കുകളാണ് അവർ ധരിക്കേണ്ടത്? മൂക്കും വായും കൂടി കവർ ചെയ്യുന്ന, അത് രണ്ടും മൂടുന്ന തരത്തിലുള്ള മാസ്കുകളായിരിക്കണം ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന ആളുകള് ഉപയോഗിക്കേണ്ടത്. ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റർ വരുന്ന ഗ്യാസ് മാസ്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? മൂക്കും വായും കൂടി കവർ ചെയ്ത് ഇവിടെ ഒരു ഫിൽറ്റർ പോലെ വരുന്ന, ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് കളർ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന തരത്തില വലിയ മാസ്കുകള് കണ്ടിട്ടുണ്ടോ?
ഈ കെമിക്കൽ ഫാക്ടറികളില് അങ്ങനെയൊക്കെ അവിടെ യൂസ് ചെയ്യുന്ന ഇത് കാണാം. അങ്ങനെയുള്ള മാസ്കുകളായിരിക്കണം ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്നവര് ധരിക്കും. ഇൻസിനറേറ്റർ ചേംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മ പറഞ്ഞു അല്ലെ, ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുക. വേസ്റ്റുകള് കത്തിച്ച് കളയുന്ന ആ എക്യുപ്മെന്റുകൾ പ്രവർത്തിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ് പ്രവർത്തിപ്പിക്കുന്നവര്. അപ്പൊ അവരെന്ത് ചെയ്യണം? ചിലപ്പോ ആ വേസ്റ്റുകൾ കത്തിക്കഴിയുമ്പോൾ അതിൽ നിന്ന് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. നമ്മ പറയില്ലേ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോ എന്ത് വരും? കെമിക്കൽസ് അല്ലെ, രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പറയാറില്ലേ സാധാരണ നമ്മ. അപ്പൊ ഈ കെമിക്കൽ ഇൻസിനറേഷൻ ചേംബർ എന്ന് പറഞ്ഞാല് കത്തിച്ച് കളയാണ് അല്ലെ. അപ്പൊ ആ വേസ്റ്റുകൾ കത്തിച്ച് കളയുമ്പോൾ അതിന് എന്ത് വരാം? കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അത് അവര് ശ്വസിക്കാതിരിക്കാൻ, അതല്ലെങ്കിൽ അവരുടെ വായിൽ കൂടി ശരീരത്തിന്റെ അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വായും മൂക്കും കൂടി കവർ ചെയ്യുന്ന മാസ്കുകൾ ഇവരെടുത്ത് ധരിക്കാൻ പറയുന്നത്. ക്ലിയർ ആയോ മാസ്ക്? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് എന്തൊക്കെയാണ്? ഗ്ലൗസ് ധരിക്കുക, ആപ്രോൺസ് ഓർ ഗൗൺസ് ഓർ സ്യൂട്ട്. എന്താണ് നമ്മുടെ ഡ്രസ്സിന്റെ മുകളിൽ കൂടി ഇടുന്ന അല്ലെ, അതാണ് ഗൗൺസ്, സ്യൂട്ട്സ്, ആപ്രോൺസ് എന്ന് പറയുന്നത്. മാസ്കുകൾ ധരിക്കുക. എന്താണ്? ഒന്നില്ലെങ്കിൽ അവരെന്താണ് ഗൂഗിൾസും ഫേസ് ഷീൽഡും വേറെ വേറെ ധരിക്കുക. അതിൽ രണ്ടും കൂടി ഒന്നിച്ചു വരുന്ന ഫേസ് മാസ്കുകൾ ധരിക്കുക. ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്നവര് എന്താണ്? നിർബന്ധമായും വായും മൂക്കും മൂടുന്ന രീതിയിലുള്ള മാസ്കുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ബൂട്ട്സ്, ലെഗ് കവറിങ്സ്. എന്താണ് ബൂട്ട്സ്? എന്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ലെഗിനെ അല്ലെ. ഓക്കെ, ലെഗ് കവർ ചെയ്യാണ് അല്ലെ. ഓക്കെ. Boots or shoe covers give a greater safety to the skin when splashes or large quantities of contaminated waste have to be dealt with it. ഇല്ല അവിടെ deal with. നമ്മ കണ്ടിട്ടില്ലേ വേസ്റ്റുകള് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ വേസ്റ്റുകൾ എടുക്കാൻ വരുന്ന ആളുകള് കാലുമ്പോ ബൂട്ട്സുകൾ ധരിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ഉണ്ടായിരിക്കാം ബൂട്ട്സ്? കണ്ണങ്കാല് വരെ അല്ലെ. മുട്ടുവരെയൊക്കെ, നമ്മുടെ മുട്ടുവരെയൊക്കെ അത് ഉണ്ടായിരിക്കും. കാൽമുട്ട് വരെ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിയേ, ബൂട്ടുകള് അതെന്താണ്? ഈ ഇവരുടെ ശരീരത്തിലേക്ക് കാലുമ്മൾക്ക് അല്ലെങ്കിൽ ശരീരത്തിൽ കാലുമ്മൾക്ക് എന്താണ് ഈ അതല്ലെങ്കിൽ സ്കിന്നിലേക്കൊക്കെ ഈ വേസ്റ്റുകൾ തെറിക്കാതിരിക്കുന്നതിന് വേണ്ടി അവര് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ്, ചിലപ്പോ ഇവര് വേസ്റ്റുകളുടെ അവിടെ നിന്നായിരിക്കും അല്ലെ പ്രവർത്തിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. വേസ്റ്റുകൾ കുറെ കൂടിക്കിടക്കുന്നിടത്ത് നിന്ന് അല്ലെ. അപ്പൊ അവര് ബൂട്ട്സ് ഇട്ടില്ലെങ്കിൽ ഇവര് കാലുമ്മൽക്ക് തെറിക്കുക അല്ലെ, ഇവര് മേത്തക്ക് തെറിക്കുക ഇല്ലേ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ എന്താണ്? ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കണ്ടാമിനേറ്റഡ് വേസ്റ്റ് ഹാവ് ടു ബി ഡീൽ. എന്താണ്? വലിയ ക്വാണ്ടിറ്റിയിലുള്ള അളവിലുള്ള വേസ്റ്റുകള് ഡീല് ചെയ്യുമ്പോൾ അവരുടെ കാലുമ്മലേക്ക് അല്ലെങ്കിൽ സ്കിന്നിലേക്ക് എന്താണ് വേസ്റ്റുകൾ തെറിക്കാതിരിക്കാൻ, തെറിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലെഗ് കവറിങ് ഇവർ ധരിക്കുന്നത്. ദ ബൂട്ട്സ് ഷുഡ് ബി റബ്ബർ സോൾഡ് ഓർ ആന്റി സ്കിഡ് ടൈപ്പ്. ബൂട്ടുകൾ എന്തുകൊണ്ട് റബ്ബർ കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം. കൂടാതെ ആന്റി സ്കിഡ് ടൈപ്പ്, ആന്റി സ്കിഡ് എന്ന് പറഞ്ഞാല് നമ്മൾ സ്ലിപ്പ് ആവുന്നതില്ലേ, സ്ലിപ്പ് ആവാത്ത തരത്തിലുള്ള ബൂട്ടുകളായിരിക്കണം അവർ ധരിക്കേണ്ടത്. ദേ ഷുഡ് കവർ ദ ലെഗ് അപ് ടു ദ ആങ്കിൾ. എന്താണ്? കണ്ണങ്കാൽ വരെ, അതായത് നമ്മുടെ മുട്ടിന് താഴെ വരെ എന്തുണ്ടാവും? ഇത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? ബൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എന്താണ് ഒരു ഗ്രേറ്റ് സേഫ്റ്റി, വലിയ അളവിലുള്ള ഒരു സേഫ്റ്റി ആണ് നൽകുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ലാർജ് ക്വാണ്ടിറ്റി ഉള്ള വേസ്റ്റ്, ഒരുപാട് അളവിൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നവര് ഈ എന്താണ് ലെഗ് കവറിങ് ബോൾസുകൾ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലേക്ക്, സ്കിന്നിലേക്ക് വേസ്റ്റുകൾ തെറിക്കുന്നതിൽ നിന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ ബൂട്ട് റബ്ബർ കൊണ്ട് നിർമ്മിച്ചതും ആന്റി സ്കിഡ് തെന്നാത്ത രീതിയിലുള്ള ബൂട്ടുകളായിരിക്കണം, നമുക്ക് സ്ലിപ്പ് ആവാത്ത രീതിയിലുള്ള അല്ലെ. അതല്ലെങ്കിൽ ഈ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോ അവര് സ്ലിപ്പായി വീണ് പോകാം അല്ലെ, ചിലപ്പോ ലിക്വിഡ്സുകൾ ഉണ്ടാവാം അല്ലെ. വേസ്റ്റുകൾ പല രീതിയിലുള്ള വേസ്റ്റുകളില്ലേ, അപ്പൊ ചിലപ്പോ അവര് തെന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് തെന്നാത്ത രീതിയിലുള്ള ബൂട്ടുകളായിരിക്കണം. ദേ ഷുഡ് കവർ ദ ലെഗ് അപ് ടു ദി ആംഗിൾ, എന്താണ് കണ്ണങ്കാല് വരെ മൂടുന്ന ബൂട്ടുകളായിരിക്കണം ഇവര് ധരിക്കേണ്ടത്. ക്ലിയർ ആയോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് എല്ലാവർക്കും ഓക്കെ. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മിസ് കഴിഞ്ഞ ദിവസം എടുത്താണ് അല്ലെ, കഴിഞ്ഞ ദിവസം മിസ് എടുത്താണ്. നെക്സ്റ്റ് ഫൈനൽ ഡിസ്പോസൽ. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ. ബയോമെഡിക്കൽ വേസ്റ്റിലെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈനൽ ഡിസ്പോസൽ ആണ്. ഫൈനൽ ഡിസ്പോസൽ ആണ് ബയോമെഡിക്കൽ വേസ്റ്റിലെ ലാസ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങള്, ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്? എന്താണ്? ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് അല്ലെ, നല്ല വൃത്തിയുള്ള ആരോഗ്യമുള്ള ചുറ്റുപാട് സൃഷ്ടിക്കാൻ കഴിയുന്നു അല്ലെ. വേസ്റ്റുകൾ അടിഞ്ഞുകൂടുമ്പോഴല്ലേ ഇൻഫെക്ഷൻസും അസുഖങ്ങളൊക്കെ വരുന്നേ. വൃത്തി ഉണ്ടാവില്ല, ഇൻഫെക്ഷൻസ് വരും അല്ലെ, മറ്റുള്ള എല്ലാവർക്കും ഇൻഫെക്ഷൻസ് വരും. അപ്പൊ നമ്മ വേസ്റ്റുകള് നല്ല രീതിയിൽ മാനേജ് കൈകാര്യം ചെയ്യുന്നതിലൂടെ ഡിസീസുകൾ വരും അല്ലെ, അസുഖങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് എന്താണ് വൃത്തിയുള്ള ആരോഗ്യമുള്ള ചുറ്റുപാട് സൃഷ്ടിക്കാൻ സാധിക്കുന്നു. റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻസ് അല്ലെ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസും ജനറൽ ഇൻഫെക്ഷൻസ് ഒക്കെ എന്താണ് കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു അല്ലെ. അല്ലെ, വേസ്റ്റുകൾ അടിഞ്ഞുകൂടിയില്ലേ, അപ്പോഴേക്കാണ് ഇൻഫെക്ഷൻസ് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻഫെക്ഷൻസ് വേസ്റ്റുകൾ നമ്മൾ നല്ല രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസും ജനറൽ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെലവാകുന്ന പ്രൈസ് അല്ലെ, പൈസ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. നമ്മ പറഞ്ഞു എന്താണ്, വേസ്റ്റുകള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻസ് കുറക്കാൻ സാധിക്കുന്നു അല്ലെ. ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ മാത്രമല്ലേ നമുക്ക് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടുള്ളൂ, അത് മാനേജ് ചെയ്യാം അല്ലെ. അതിനുവേണ്ട പ്രിവെൻഷൻ മെത്തേഡുകൾ സ്വീകരിക്കുക, പ്രിക്കോഷൻസ് സ്വീകരിക്കുക അല്ലെ. പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ തുടങ്ങാം അല്ലെ. ഒരുപാട് പൈസ ചെലവാവില്ലേ നമുക്ക് ഐസൊലേഷൻ ചെയ്യണമെങ്കിൽ അല്ലെ, സാനിറ്റേഷൻ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ വേണ്ടേ. അപ്പൊ എന്താണ് ഇൻഫെക്ഷനെ നമുക്ക് കുറയ്ക്കുന്നത് മൂലം എന്താണ് ഇൻഫെക്ഷൻ കൺട്രോളിനുള്ള പൈസ, നമുക്ക് അതിനു വേണ്ടി ചെലവാകുന്ന പൈസ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു, റിഡക്ഷൻ ചെയ്യാൻ സാധിക്കുന്നു. റിഡക്ഷൻ ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ഡിസീസ് ആൻഡ് ഡെത്ത് ഡ്യൂ ടു റീയൂസ് ആൻഡ് റീപാക്കേജിംഗ് ഇൻഫെക്ഷസ് ഡിസ്പോസിബിൾ. എന്താണ് അണുബാധയുള്ള ഡിസ്പോസിബിൾ ആയ സാധനങ്ങളെ നമ്മൾ പുനരുപയോഗിക്കുക, അതല്ലെങ്കിൽ രണ്ടാമത് റീപാക്ക് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളും മരണങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നു. ഇപ്പൊ നമ്മ സിറിഞ്ച് വൺ ടൈം ആണ് അല്ലെ യൂസ്,
അല്ലെ? നമ്മ ഒരു തവണ യൂസ് ചെയ്തിട്ട് നമ്മ അത് ഡിസ്പോസ് ചെയ്യണം, കളയല്ലേ ചെയ്യാം. അപ്പൊ അത് എന്താണ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യാതെ രണ്ടാമത് റീയൂസ് ചെയ്യുക, അതല്ലെങ്കിൽ റീപാക്കേജിങ് ചെയ്ത് രണ്ടാമത് റീപാക്ക് ചെയ്ത് ഉപയോഗിക്കുന്നത് മൂലമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, രണ്ടാമത് വീണ്ടും നമ്മൾ ആ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അസുഖങ്ങൾ വരും അല്ലെ, ഇൻഫെക്ഷൻസ് വരില്ലേ മറ്റുള്ളവർക്ക്. അപ്പൊ ഡിസീസും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പൊ നമ്മ എന്ത് ചെയ്യാം, കറക്റ്റ് രീതിയിൽ ഒരു സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡിസ്പോസ് ചെയ്യുക, കളയുക. ലോ ഇൻസിഡൻസ് ഓഫ് ഓക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്താണ്, തൊഴിൽപരമായ അല്ലെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങള് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇംപ്രൂവ്ഡ് ഇമേജ് ഓഫ് ദ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ നല്ല വൃത്തിയുള്ള നീറ്റായ ഒരു സറൗണ്ടിങ്സ് ആണെങ്കിൽ നമുക്ക് നല്ല തൃപ്തിയായിരിക്കും അവിടെ പോകാനായിട്ട്, ആ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അതല്ല അവിടെ ഇങ്ങനെ ഒരു നീറ്റ്നെസ്സിൽ ഒരു ക്ലീൻ അല്ല, ഹൈജീനിക് അല്ല, എല്ലായിടത്തും വേസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോവാൻ പറ്റുമോ? പോവാൻ തോന്നുമോ ആ ഹോസ്പിറ്റലില്? ഇല്ല. അത് നമ്മ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യാം, നല്ല ക്ലീൻ ആയ നീറ്റായ ഹോസ്പിറ്റൽ, ഹൈജീനിക് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, ഇങ്ങനെ ബയോമെഡിക്കൽ വേസ്റ്റുകള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് മൂലം അവരുടെ ഇമേജ്, പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റിയുള്ള ലൈഫ് അവിടെ വരുന്ന പേഷ്യൻസിനും ആളുകൾക്കും ഗുണനിലവാരമുള്ള ലൈഫ് ജീവിതം നൽകുന്ന, അതായത് ട്രീറ്റ്മെന്റുകൾ, ഫെസിലിറ്റീസ് ഒക്കെ നൽകാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ ഇത്? Fifth one, okay. Low incidence of occupational health problems. ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ അവിടെ ബയോമെഡിക്കൽ നമ്മൾ ഈ ചാപ്റ്റർ എടുത്തപ്പോ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് പ്രോബ്ലംസ്? ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അല്ലെ, എല്ലാ സ്റ്റാഫുകൾക്കും വരുന്നില്ലേ, ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക് അല്ലെ. അപ്പൊ എന്താണ്, നമ്മ ബയോമെഡിക്കൽ വേസ്റ്റ് അവർക്കൊക്കെ ഇൻഫെക്ഷൻസ്, അസുഖങ്ങൾ വരും അല്ലെ, പ്രോബ്ലംസ് വരും. നല്ല രീതിയിലാണ് നമ്മ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആരോഗ്യ പ്രശ്നം, ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. തൊഴിൽപരമായ അല്ലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് വർക്ക് ചെയ്യുന്ന ആളുകളുടെ തൊഴിൽപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നു. ക്ലിയർ ആയോ? അവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല അല്ലെ, വേസ്റ്റുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ചെയ്യില്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. ഇമേജ് എന്ന് വെച്ചാല് ഇമേജിന്റെ ഫുൾ ഫോം ആണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാല് ഓരോ ഹോസ്പിറ്റലിലും നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്, ബയോമെഡിക്കൽ വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇമേജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ള, നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് ഇമേജ് ചെയ്യുന്നത്. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നതൊക്കെ? ഇമേജ് അസോസിയേറ്റ്സ് with all modern medicine, healthcare establishment in both private and government, like hospitals, based on their bed strength, clinic based on number of rooms and facilities. എന്താണ്
നമ്മുടെ ഇമേജില് അസോസിയേറ്റ് എന്ന് പറഞ്ഞാല് സഹകാരികൾ, അതായത് അംഗങ്ങളായിട്ടുള്ളത് ആരൊക്കെയാണ്? നമ്മുടെ പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലുമുള്ള എല്ലാ ഹോസ്പിറ്റൽസും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും ഇമേജിലെ അംഗങ്ങളായിരിക്കും. ഇത് എന്തിന്റെ ബേസിസിലാണ് അവരെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്? എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തില്? അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തില്. ക്ലിനിക്കുകളാണെങ്കിൽ അവിടുത്തെ റൂംസിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്, അതല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ് സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ നമ്മ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചില്ലേ നിങ്ങൾ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റല് അതിലെങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലെ, ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നും പറഞ്ഞിട്ട്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? അപ്പൊ അതേപോലെ ഓരോ ഹോസ്പിറ്റലിന്റെയും ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ ക്ലിനിക്കുകളാണെങ്കിൽ അവിടുത്തെ റൂംസിന്റെ അല്ലെങ്കിൽ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഇമേജില് അംഗങ്ങളാകുന്നത്. നെക്സ്റ്റ്, ലാബ്സ് ബേസ്ഡ് ഓൺ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്. ലാബുകളാണെങ്കിൽ അവിടെ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ആണുള്ളത്? ഡെന്റൽ ക്ലിനിക്കൽ ആണെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് ഡെന്റൽ ചെയേഴ്സ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. നോമിനൽ നോൺ റിട്ടേണബിൾ ഫീസ് ഈസ് ബീയിങ് ചാർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഫിലിയേഷൻ. ഈ ഇമേജിലെ അഫിലിയേഷൻ അംഗത്വ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അവര് എന്താണ് തിരിച്ചു കൊടുക്കാത്ത നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു നോമിനൽ ഫീസ്, നാമമാത്രമായിട്ടുള്ള ഫീസ്, പേരിന് മാത്രം ഒരു ഫീസ് ഇവര് ഈടാക്കുന്നുണ്ട്. The operating expenses being met be charging the nominal monthly fees and operation cost declared for the category HCI health care institution. നമ്മ പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞ ഹോസ്പിറ്റലിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് അവിടുത്തെ ഫെസിലിറ്റീസിന്റെ അല്ലെ, അല്ലെങ്കിൽ റൂമിന്റെ അല്ലെങ്കിൽ ബെഡ്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഒരു ഓപ്പറേഷണൽ കോഴ്സ്, ഈ ഇമേജില് വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു ഫണ്ട് വേണം അല്ലെ, പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവരെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തില് അവരെ അംഗങ്ങളാക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ ഹരിതകർമ്മസേന വന്ന് വേസ്റ്റുകൾ കളക്ട് ചെയ്യാറില്ലേ? അവരെന്താണ് എല്ലാവരും അടുത്തൊന്നും 50 രൂപ വെച്ച് കളക്ട് ചെയ്യുള്ളൂ അല്ലെ? എന്തോരം വേസ്റ്റ് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ അടുത്ത് നിന്ന് എത്ര രൂപ? 50 രൂപ മാത്രമേ മേടിക്കുള്ളൂ. പക്ഷെ ഇവരെങ്ങനെയാണ്? ലാർജ് ഹോസ്പിറ്റലില് എന്താണ് സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ അത്രയും വേസ്റ്റുകൾ ഉണ്ടാവുള്ളൂ? വേസ്റ്റുകൾ അത്ര ഉണ്ടാവുള്ളൂ? അല്ല അല്ലെ, ഒരുപാട് കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ എന്താണ് ഓരോ അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസിന്റെ അല്ലെങ്കിൽ അതിന്റെ ഹോസ്പിറ്റലിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് അല്ലെ കൂടുകയും കുറയുകയും ചെയ്തത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ നിന്ന് എന്താണ് മന്ത്ലി ഫീസ്, ഈ വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി മന്ത്ലി മാസം ഒരു പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. ക്ലിയർ ആയോ അത്? ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. ഇമേജ് തുടങ്ങിയത് പാലക്കാടാണ്. ആൻഡ് ഇറ്റ് വാസ് കമ്മീഷൻഡ് ഓൺ 14 December 2003. ഇമേജ് കമ്മീഷൻ ചെയ്തത് ഡിസംബർ 14, 2003. The image plant has been working successfully from January 2004 and has been providing commendable service to the states in its സ്റ്റേറ്റ് വരെ അല്ല. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തേ. ഇമേജ് പ്ലാന്റ് എന്താണ് സക്സസ്ഫുള്ളി ആയിട്ട് വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചത് 2004 2003 ഡിസംബർ
14-ാം തീയതി കമ്മീഷൻ ചെയ്തതെങ്കിലും ഇത് വർക്കിംഗ് സക്സസ്ഫുള്ളി ആയിട്ട് വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചത് 2004 ജനുവരിയിലാണ്. ഹാസ് ബീൻ പ്രൊവൈഡിംഗ് കമന്റ് ഇവരെന്റേത് 2004 പ്രവർത്തനം ആരംഭിച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ സംസ്ഥാനത്തിന് സ്തുത്യർഹമായ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സേവനം നൽകുകയും ചെയ്തു. Since its formation, image thereby guarantees scientific removal of infection waste generated from healthcare institution across Kerala within 48 hours, in line with the provision laid down the biomedical. Laid down in the biomedical waste management rule. 48 hours vare nokata. Since its formation, image thereby guarantee scientific എന്താണ് ഇമേജ് പ്ലാന്റിൽ എന്താണെന്ന് പറഞ്ഞ മിസ് ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുക അല്ലെ, നിർമാർജനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പൊ ഓരോ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും കൊണ്ടുകൊടുക്കുന്ന വേസ്റ്റുകൾ 48 മണിക്കൂർ 2 ദിവസത്തിനുള്ളിൽ അവര് എന്ത് ചെയ്യുന്നു, ശാസ്ത്രീയമായ രീതിയിൽ അവര് ഡിസ്പോസ് ചെയ്യുന്നു. എക്കോ ഫ്രണ്ട്ലി ആണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. എന്താണ് എക്കോ ഫ്രണ്ട്ലി ആണ്, നമ്മുടെ എൻവിയോൺമെന്റിന് ഒരു പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവര് വേസ്റ്റുകൾ നിർമാർജനം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓരോ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കൊണ്ടുകൊടുക്കുന്ന വേസ്റ്റുകൾ അവരെന്ത് ചെയ്യുന്ന, അവർക്ക് കിട്ടി 48 മണിക്കൂറിനുള്ളിൽ തന്നെ ആ വേസ്റ്റുകൾ അവരെന്ത് ചെയ്യുന്നു, സയന്റിഫിക് ആയിട്ട് അല്ലെ ശാസ്ത്രീയപരമായി നല്ല ഗ്യാരണ്ടിയോടുകൂടി അവരെന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എൻവിയോൺമെന്റിന് ഒരു പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ അവർ ഡിസ്പോസ് ചെയ്യുന്നു. In the Biomedical Waste Management Rules 2060 released by the Ministry of Environment and Forest, Government of India, Ministry of Environment and Forest 2016 ഇന്ത്യയുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് റിലീസ് ചെയ്തു, പുറത്തിറക്കി. ക്ലിയർ ആയോ? അത് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. Next, all government healthcare institution under Directorate of Health Services Kerala and Directorate of Medical Education of Kerala are beneficiaries of the special scheme of image by which they are spared from paying affiliation fees and are made eligible for the service from image at a subsidized rate. എന്താണ് Director of Health Services Kerala, Director of Medical എഡ്യൂക്കേഷൻ ഓഫ് കേരളക്കും അടിയിൽ വരുന്ന ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളുടെ അടുത്തുള്ള ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഇല്ലേ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റർ, അങ്ങനെയുള്ള ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെയാണ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് PHSC ഹെൽത്ത് സർവീസസ് കേരള. ആൻഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളൊക്കെ ഇല്ലേ, മെഡിക്കൽ കോളേജ് നമ്മുടെ MBBS അല്ലെങ്കിൽ BSc നഴ്സിംഗ് അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകൾക്കൊക്കെ എന്താണ് കീഴിലുള്ള എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ഇമേജിന്റെ പ്രത്യേക പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഇവർക്ക് എന്താണ് ഇമേജ് ഒരു പ്രത്യേക ബെനിഫിഷ്യറീസ്, ഒരു പ്രത്യേക പ്ലാൻ നൽകുന്നുണ്ട്, പദ്ധതി. എന്താന്ന് വെച്ചാൽ ഇവർക്ക് നമ്മ പറഞ്ഞ അഫിലിയേഷൻ ഫീസ് ഈടാക്കുന്നുണ്ടെന്നല്ലേ, അവർക്ക് അംഗത്വ രജിസ്റ്റർ ആ ഇമേജ് പ്ലാനില് അംഗത്വം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഒരു ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ,
അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കേരളക്കും ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരളയും എന്താണ് ഈ അഫിലിയേഷൻ ഫീസിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഈ മാസം പേയ്മെന്റ് വാങ്ങുന്നില്ലേ എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും, അതിലും ഇവർക്ക് സബ്സിഡി ഇളവ് നൽകുന്നുണ്ട്. ക്ലിയർ ആയോ? ആ പോയിന്റ് ക്ലിയർ ആയോ? അതായത് മിസ് ഒന്നുകൂടെ പറയാം. ആ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് എന്ന് പറഞ്ഞാല് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, അങ്ങനെയുള്ള പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി, പിന്നെ മെഡിക്കൽ കോളേജുകൾക്കൊക്കെ എന്താണ് ഈ ഇമേജിൽ നമ്മൾ പറഞ്ഞ അഫിലിയേഷൻ ഫീസ് അല്ലെ, അവർക്ക് അവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ അവർക്ക് പേയ്മെന്റ് എടുക്കണം അല്ലെ. അപ്പൊ ഈ അഫിലിയേഷൻ ഫീസിൽ നിന്ന് ഇവർ ഒഴിവാക്കുകയും മാസാമാസം ഇവർ ഓപ്പറേഷണൽ കോസ്റ്റ് കൊടുക്കണ്ടേ, ഇവര് വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി ഇവരൊരു പൈസ കൊടുക്കണം അല്ലെ. ആ പൈസക്ക് മന്ത്ലി നൽകുന്ന പേയ്മെന്റിൽ എന്താണ് ഇവർക്ക് ഇളവ് സബ്സിഡി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇപ്പൊ ചില കോഴ്സുകളൊക്കെ ചേരുമ്പോ നമ്മളോട് പറയാറുണ്ട് ഈ കുടുംബശ്രീയുടെ അല്ലെ, അവരെ കീഴിലാണ് അവരുടെ യൂണിറ്റിലൊക്കെ പെടുന്നവർക്ക് എന്താണ് അഡ്മിഷൻ ഫീ ഇളവ് നൽകും ഇല്ലേ? അല്ല അതല്ല വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഇളവ് തരാറില്ലേ? അതേപോലെ എന്താണ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആണ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവർക്ക് ഫീസ് അഫിലിയേഷൻ ഫീസിൽ നിന്ന് അവർ ഒഴിവാക്കുകയും അവർക്ക് മാസാമാസം പേയ്മെന്റ് നടത്തുന്നതിൽ നിന്ന് ഒരു ഇളവ് സബ്സിഡി നൽകുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, on an average about 55.8 tons of biomedical waste arrives at the image plant daily. ഒരു ആവറേജ്, ഒരു ഏകദേശ കണക്ക് വെച്ച് ഇമേജ് പ്ലാന്റില് എന്താണ് ഡെയിലി എല്ലാ ദിവസവും 55.8 ടൺ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നത്. ഓൺ വിച്ച് 30.5 tons are incinerable waste. ഇതില് 30.5 ടൺ ഇൻസിനറബിൾ നമുക്ക് കത്തിച്ച് കളയേണ്ട വേസ്റ്റുകളാണ്. 19 ടണ്ണ് ഓട്ടോക്ലേവബിൾ, അതായത് നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യുന്ന വേസ്റ്റുകള്. 5 ടണ്ണ് ബോട്ടിൽസുകള്. 0.7 tons in ഷാർപ്പ്, നമുക്ക് ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകളാണ് വരുന്നത്. 0.6 tons discarded medicines. This waste is gathered from all 13,000 plus health care centers across the state of Kerala within 24 hours of its generation. ഈ ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മുടെ കേരളത്തിലുള്ള 13,000-ൽ കൂടുതൽ ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളാണ്. 24 മണിക്കൂർ കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് ആണ് 55.8 ടൺ വേസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മാത്രമാണെന്ന് അല്ലേ? ക്ലിയർ ആയോ അപ്പൊ എന്റെ? ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾസ് യൂസ്ഡ്. ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഫസ്റ്റ് വൺ ബയോ ഹസാർഡ്, അവിടുത്തെ കണ്ടെയ്നർ അല്ലെ, ഹോസ്പിറ്റലിലെ കണ്ടെയ്നേഴ്സ് നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്, സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാറില്ലേ നിമ്മ? സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ അല്ലെങ്കിൽ സൈറ്റോടോക്സിക് വേസ്റ്റുകള്. പിന്നെ ഇൻഫെക്ഷൻസ് വേസ്റ്റ് എന്താ ഡിസ്പോസ് ഓഫ്, വാണിംഗ് കൊടുത്ത് അല്ലെ, ഇൻഫെക്ഷൻസ് വേസ്റ്റ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി, എന്താണ് പകർച്ചവ്യാധി മാലിന്യങ്ങൾ അല്ലെ, ഇൻഫെക്ഷൻസ് പറ്റുന്ന വേസ്റ്റുകള് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുക പ്രോപ്പർ ആയിട്ട്. കോഷൻസ്, കീമോതെറാപ്പി അല്ലെ, ജാഗ്രത അല്ലെ, കീമോതെറാപ്പി ആ സെക്ഷനിലേക്ക് പോകുന്ന അവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. എന്താണ് അവിടെ റേഡിയേഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ, ജാഗ്രത പാലിക്കുക. കീമോതെറാപ്പി. നെക്സ്റ്റ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ
മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് വെൽ ഡിഫൈൻഡ് അവയർനെസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ഓൾ ദ കാറ്റഗറി ഓഫ് പേഴ്സണൽ കൺസേണിംഗ് BMW. എന്താണ്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും. ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും മാത്രം കൊടുത്താൽ മതിയാ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള അവയർനെസ്സും അതിനുവേണ്ട ട്രെയിനിങ്ങുകളും? ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും മാത്രം കൊടുത്താൽ മതിയാ? പോരാ അല്ലെ? ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കണം അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാറ്റഗറിയിലും എല്ലാ കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട അവയർനെസ്സും പിന്നെന്താണ് ട്രെയിനിങ് പ്രോഗ്രാമുകളും നൽകുക. Training has to be given in suitable language in a manner that is acceptable. Each hospital should set up a hospital waste management committee. Sorry, ഒരു മിനിറ്റ്. ഈ acceptable കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തേ നിങ്ങൾ. കൊടുത്തോ? Training has to be given in suitable language in a manner that is acceptable. ഇപ്പൊ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്തായിരിക്കണം? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹിന്ദിയിൽ ക്ലാസ് എടുക്കുകയാണ്. മനസ്സിലാവോ നിങ്ങൾക്ക്? ചിലപ്പോ കുറച്ചു പേർക്ക് മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവോ? മനസ്സിലാവോ? ഇല്ല അല്ലെ? ഇപ്പൊ എന്താണ് ട്രെയിനിങ്? സൂട്ടബിൾ ലാംഗ്വേജ്, അവർക്ക് മനസ്സിലാകുന്ന സൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ വേണം അവർക്ക് ട്രെയിനിങ്ങുകൾ നൽകാൻ. Each hospital should set a hospital waste management committee. ഓരോ ഹോസ്പിറ്റലിലും എന്താ ചെയ്യാ? ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ? ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം അല്ലെ? അതെങ്ങനെ ക്ലീൻ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം ഹോസ്പിറ്റലും പരിസരം അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം. Next, this committee should be liable for making hospital-specific action plan for hospital waste management and its supervision, monitoring and implementation. നമ്മ ഹോസ്പിറ്റൽ വെറുതെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചാൽ മതിയോ? പോരാ. അവരെന്ത് ചെയ്യണം? ആ വേസ്റ്റിനെ കുറിച്ച് അല്ലെ, വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ, പദ്ധതി നിർമ്മിക്കണ്ടേ? എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാം അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുക. എന്താണ് ഈ കമ്മിറ്റി എന്താണ് ഹോസ്പിറ്റലിലെ വേസ്റ്റുമായി ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാനുകൾ രൂപീകരിക്കുകയും ഒരു പ്ലാന് പദ്ധതി രൂപീകരിച്ചാൽ മാത്രം മതിയാ? നമുക്ക് ഇന്ന രീതിയിലെ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാം, ഇന്ന രീതിയിൽ ഡിസ്പോസ് ചെയ്യാം, ഇന്ന രീതിയിൽ സംഭരിക്കാന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞാൽ മാത്രം മതിയാ? പദ്ധതി തയ്യാറാക്കിയാൽ മതിയാ? അത് കറക്റ്റ് രീതിയിൽ എന്ത് ചെയ്യാ? സൂപ്പർവിഷൻ ചെയ്യാ അല്ലെ? മേൽനോട്ടം വഹിക്കണം, മോണിറ്ററിംഗ് നിരീക്ഷിക്കണം, ആൻഡ് ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കണം. ക്ലിയർ ആയത്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്താണ് വേസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ആക്ഷൻ പ്ലാനുകൾ അല്ലെ, പദ്ധതികൾ രൂപീകരിക്കുകയും അത് സൂപ്പർവിഷൻ ചെയ്യുക, മേൽനോട്ടം വഹിക്കുകയും മോണിറ്ററിംഗ് നിരീക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ്, ദ ഇയർലി റിപ്പോർട്ട്സ് ആക്സിഡന്റ്സ് നീഡഡ് ആസ് റിക്വയർഡ് അണ്ടർ BMW rules should be submitted to the concerned authorities as in keeping with BMW റൂൾസ് ഫോർമാറ്റ്. എന്താണ്? BMW നിയമപ്രകാരം ആവശ്യമായ വാർഷിക റിപ്പോർട്ടിന് നമ്മൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ നമ്മൊരു ബിസിനസ് നടക്കുമ്പോൾ അതൊക്കെ എന്താണ് നമ്മ വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കാറില്ലേ? ആ വർഷം അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു അല്ലെ? ഓരോ കമ്മിറ്റിയും അല്ലെങ്കിൽ എന്താണ് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അല്ലെ? ഇല്ലേ? ആ വർഷത്തെ ഫുള്ള് കാര്യങ്ങൾ വെച്ചിങ്ങോട്ട് അവർ റിപ്പോർട്ടുകൾ തയ്യാറാക്കും അല്ലെ? അപ്പൊ ഈ വേസ്റ്റ് മാനേജ് കമ്മിറ്റി എന്താണ് BMW ബയോമെഡിക്കൽ വേസ്റ്റ് നിയമങ്ങൾ പ്രകാരം
വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. പിന്നെ എന്താണ്, അതെല്ലാം അപകടങ്ങൾ, ആക്സിഡന്റുകൾ സംഭവിക്കും. ഇപ്പൊ വേസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഈ വർഷം സ്ഥിരീകരിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ലീക്കേജുകൾ, അല്ലെ, വേസ്റ്റ് ലീക്കേജുകൾ സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള അപകടങ്ങളുടെ റിപ്പോർട്ടുകളും എന്താണ് BMW ഫോർമാറ്റ് പ്രകാരം തയ്യാറാക്കുകയും അത് ബന്ധപ്പെട്ട അധികാരിക്ക് നൽകുകയും ചെയ്യുക. ഒരു നമ്മ എന്താണ്, ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അവര് റിപ്പോർട്ട് തയ്യാറാക്കി ആർക്കായിരിക്കും കൊടുക്കുക, അതിന്റെ ഹെഡിന് കൊടുക്കൂ, അല്ലെ, ആ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കി ഹെഡിനല്ലേ നൽകുക, അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകൂ, അല്ലെ, ആ വർഷത്തെ ആനുവൽ റിപ്പോർട്ട്. അതേപോലെ എന്താണ് BMW നിയമപ്രകാരം അതുമായി ബന്ധപ്പെട്ട വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കും. വല്ല ആക്സിഡന്റുകൾ, എന്താ പറയുക, അപകടങ്ങളൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് BMW നിയമ ഫോർമാറ്റ് പ്രകാരം തയ്യാറാക്കുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുകയും ചെയ്യുക. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ്, മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ, അല്ലെ, കുറയ്ക്കുന്നതിനുള്ള മെഷേഴ്സ്, മാർഗങ്ങൾ എന്തെല്ലാമാണ്? ആസ് ഫോർ ആസ് പോസിബിൾ, നമുക്ക് പറ്റുമെങ്കിൽ, സാധ്യമാവുമെങ്കിൽ എന്ത് ചെയ്യുക? പർച്ചേസ് ഓഫ് റീയൂസബിൾ ഐറ്റംസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ആൻഡ് മെറ്റൽ ഷുഡ് ബി പ്രൊമോട്ടഡ്. എന്താണ്, ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ നിർമ്മിച്ചതായ റീയൂസബിൾ ആയിട്ടുള്ള, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമുക്ക് കുറെ വേസ്റ്റുകൾ കുറയ്ക്കാൻ പറ്റൂ, അല്ലെ, കുറെ വേസ്റ്റുകൾ കുറയ്ക്കാലോ. ഇപ്പൊ നമ്മൾ ഡിസ്പോസിബിൾ ആണ് ഉപയോഗിക്കുന്നതിലാണ്, ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മ അത് വേസ്റ്റ് ആയി പോയി, പിന്നെ നമ്മൾ കളയണം, അല്ലെ, വേസ്റ്റുകൾ ഇങ്ങനെ കൂടി കൂടി വരും, അതല്ല ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ നിർമ്മിച്ചതായ സാധനങ്ങളാണെങ്കിൽ എന്താ, നമുക്ക് വീണ്ടും അത് ഡിസ്ഇൻഫെക്ട് ഒക്കെ ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റും, ഇപ്പൊ പൊതുവെ ഇപ്പൊ പുതിയ ഇതില് മാരേജ് ഫങ്ഷൻസ് എന്തെങ്കിലും പാർട്ടി നടക്കുമ്പോ എങ്ങനെയുള്ള പാത്രങ്ങളാണ്? കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്താണ്, നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റുകളാണ് തന്നത്. ഇപ്പൊ നോർമൽ പ്ലേറ്റുകളല്ലേ നമുക്ക് തരുന്നത്, കാറ്ററിംഗുകാര് റീയൂസബിൾ പ്ലേറ്റ് ആണ് തരുന്നത്. എന്തുകൊണ്ടാണ് അത്? വേസ്റ്റ് കുറെ കുറയ്ക്കാൻ പറ്റിയില്ലേ? അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കഴിയുമ്പോ എന്താണ്, പേപ്പർ പ്ലേറ്റുകൾ, ആ പരിസരം മൊത്തം പേപ്പർ പ്ലേറ്റ് കൊണ്ട് നിറയും, അങ്ങനെയൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, നമുക്ക് റീയൂസബിൾ ചെയ്യാൻ, രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ട് നിർമ്മിച്ചതോ ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായി ഹോസ്പിറ്റലുകളിൽ പ്രോത്സാഹിപ്പിക്കുക. ക്ലിയർ ആയത്? ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. എന്താണ് നോൺ PVC അല്ലാത്ത പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഉപയോഗിക്കുക, ചൂസ് ചെയ്യുക, വാങ്ങിക്കുക. നെക്സ്റ്റ്, അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഫോർ ജെന്യുവിൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ്. ഉൽപാദിപ്പിക്കുന്ന ഓരോ സമയത്തും ഉൽപാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങള് എന്ത് ചെയ്യുക? അതിന്റെ യാഥാർത്ഥ്യ മാനേജ്മെന്റിനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും സ്വീകരിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ മിസ് പറയാം. നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ, ഒരു പേഷ്യന്റ് വന്നിട്ട് ആ പേഷ്യന്റിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. അപ്പൊ എന്തോരം വേസ്റ്റുകളാണ് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സിറിഞ്ച് ഉണ്ട്, അല്ലേ? സിറിഞ്ച് ഉണ്ടോ? കോട്ടൺ ഉണ്ടാവും, അല്ലെ? കോട്ടൺ ഉണ്ടാവും. ബാൻഡേജ് ഒട്ടിക്കില്ലേ ചില ഹോസ്പിറ്റലില് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് പിന്നെന്താണ്, ബോട്ടിൽ ഉണ്ടാവും, അല്ലെ? മരുന്നെടുക്കുന്ന ബോട്ടിൽ ഉണ്ടാവും. അപ്പൊ നമ്മ അത് ഒന്നിച്ചിടാണോ ചെയ്യുന്നത്? അവര് ഓരോ വേസ്റ്റുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോ അവരെന്ത് ചെയ്യും? അതിന്റെ മാനേജ്മെന്റ് അനുസരിച്ച് യഥാർത്ഥ രീതിയിൽ അവരെന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യും, അല്ലെ? അതെന്ത് ചെയ്യും? കറക്റ്റ് സെപ്പറേറ്റ് ചെയ്ത് ഓരോ കണ്ടെയ്നേഴ്സിലായിട്ടല്ലേ സൂക്ഷിക്കുക.
അപ്പൊ അതാണ് ആ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും അല്ലെ. അവർക്ക് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ അതെന്താണ്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങള് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ കറക്റ്റ് രീതിയിൽ യഥാർത്ഥ മാനേജ്മെന്റിനുള്ള നയങ്ങളും ക്രമങ്ങളും സ്വീകരിക്കുക. ക്ലിയർ ആയോ അത്? Next is establish effective and sound recycling policy for plastic recycling and contact with authorized manufacturer. എന്താണ് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിന് അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുകയും ഫലപ്രദവും മികച്ചതുമായ പുനരുപയോഗ നയം രൂപീകരിക്കുക. പ്ലാസ്റ്റിക്കുകൾ അവരുപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ രണ്ടാമത് റീസൈക്കിൾ ചെയ്തല്ലേ റീയൂസ് ചെയ്യുന്നതിന് വേണ്ട അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുമായി ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുമായി ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട പുനരുപയോഗ നയങ്ങള് രൂപീകരിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യണം, അതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്? അതിനു വേണ്ട എക്യുപ്മെന്റ്സുകൾ വേണം അല്ലെ, മെഷീനറീസ് വേണ്ടേ? മെഷീനറീസ് വേണോ? പ്ലാസ്റ്റിക് റീസൈക്കിൾ വേണം അല്ലെ? ഇപ്പൊ ഒരറിയാത്ത ആൾക്ക് അത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റോ? പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് അറിയാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യുന്നതിന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെ, അതറിയുന്ന ആളുകളെ ബന്ധപ്പെടുകയും അല്ലെ അത് കറക്റ്റ് രീതിയിൽ എഫക്റ്റീവായി അല്ലെ കാര്യക്ഷമമായി നടത്തുന്നതിന് എന്താണ് ചെയ്യുന്നതിന് പുനരുപയോഗ നയം രൂപീകരിക്കുക. അതുമായി ബന്ധപ്പെട്ട പോളിസികൾ അല്ലെ, എക്യുപ്മെന്റുകൾ വേണം, അത് പ്രവർത്തിപ്പിക്കുന്നതിന് അവർക്ക് സ്പേസ് വേണം അല്ലെ, സ്ഥലം വേണ്ടേ, മെറ്റീരിയൽസ് വേണം അല്ലെ, സ്റ്റാഫുകൾ വേണ്ടേ? അപ്പൊ എന്താണ് പുനരുപയോഗ നയം രൂപീകരിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ച് പുനരുപയോഗ നയം രൂപീകരിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ അത്? ബയോമെഡിക്കൽ വേസ്റ്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, എങ്ങനെയുണ്ട് ചാപ്റ്റർ? ഗുഡ് ആണല്ലേ, പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് അറിയാമായിരുന്ന ഇങ്ങനത്തെയൊക്കെ ഉണ്ടെന്ന്, വേസ്റ്റുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കും, ഇങ്ങനെയുള്ള മെത്തേഡുകൾ ഉണ്ട്, ഡിസ്പോസൽ മെത്തേഡ് ഉണ്ട് എന്നൊക്കെ അറിയാമായിരുന്ന? ഓക്കെ ഓക്കെ, സെഗ്രിഗേഷൻ പറയണം. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മ വേർതിരിക്കില്ലേ, അതിനെ പറയുന്നതാണ് സെഗ്രിഗേഷൻ. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു, എന്താണ് നമ്മുടെ വീടുകളില് എന്താണ് ഹരിതകർമ്മസേന വരും, അവരങ്ങനെ തന്നെ കൊണ്ടുപോവോ? നമുക്ക് കൊടുക്കുന്ന സാധനങ്ങൾ അവരങ്ങനെ തന്നെ കൊണ്ടുപോവോ? അവര് വേർതിരിക്കും അല്ലെ. എന്താണ് പ്ലാസ്റ്റിക് കുപ്പികൾ വേറെ, സാധാ നോർമൽ കവേഴ്സ് വേറെ, പ്രിന്റഡ് ആയിട്ടുള്ള അല്ലെ കളറിംഗ് കവേഴ്സ് വേറെ അല്ലെ. അതെല്ലാം അത് എന്താണ് പല സെക്ഷൻ നമ്മ അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിലോ, കുപ്പി വേറെ, സാധാ നോർമൽ കവേഴ്സ് വേറെ, അതെല്ലാം ഇങ്ങനെ ഡിസൈനുള്ള കളേർഡ് ആയിട്ടുള്ള കവേഴ്സ് വരെ സൂക്ഷിക്കുകയാണെങ്കിൽ അവർ കൊണ്ടുപോകുന്ന സമയത്ത് സെഗ്രിഗേഷൻ നടത്തണോ? വേർതിരിക്കണോ? വേണ്ട അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും, അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പ്രവർത്തനം എളുപ്പമാക്കാലോ നമുക്ക്.
അപ്പൊ നോക്കിയേ, വേസ്റ്റ് സെഗ്രിഗേഷൻ മേക്സ് ഇറ്റ് സിമ്പിൾസ് ടു സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ലിനസ്. ഈ എന്താണ് സെഗ്രിഗേഷൻ, വേർതിരിക്കലിന് പറയുന്നത് എന്താണ്, രോഗം പരത്തുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും ഇവര് വേസ്റ്റുകള് സെഗ്രിഗേഷൻ, ഇവര് വീണ്ടും അതിൽ കൈയിട്ട് വേർതിരിക്കണം അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റണം അല്ലെ. വേണ്ടേ, ഈ വേസ്റ്റുകൾ അവർ കുടഞ്ഞെടുത്ത് അത് മാറ്റണം. അപ്പൊ നമ്മൾ എന്താ സെഗ്രിഗേഷൻ ചെയ്യുന്നത് മൂലം, വേർതിരിച്ച് സൂക്ഷിക്കുന്നത് മൂലം എന്താണ്, അസുഖങ്ങള് ഇൽനെസ് സ്പ്രെഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സിമ്പിൾ സ്റ്റെപ്പാണ്, ഏറ്റവും ലളിതമായ ഒരു പ്രവർത്തനമാണ്. Next, it is simple to choose from the disposal choice and can lessen the burden of the waste treatment system. എന്താണ് ഇത്, മാലിന്യ സംസ്കരണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ്, അതായത് മാലിന്യം നമുക്ക് വേർതിരിക്കുന്നത് അല്ലെ, സെപ്പറേറ്റ് ചെയ്യുന്നത് ലളിതമാക്കുന്നു. പിന്നെ എന്താണ്, മാലിന്യ സംവിധാനത്തിന്റെ ഭാരം കുറയ്ക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് ഓരോ വേസ്റ്റുകളും സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ട് എന്താണ് ഇപ്പൊ ഇൻസിനറേഷൻ ചെയ്യുന്ന വേസ്റ്റുകൾ വേറെ, ഓട്ടോക്ലേവിംഗ് ചെയ്യുന്ന വേസ്റ്റുകൾ വേറെ, അല്ലെങ്കിൽ മറ്റേ മൈക്രോവേവ് റേഡിയേഷൻ ചെയ്യുന്ന വേസ്റ്റുകൾ വേറെയാണെങ്കിൽ നമുക്ക് അത് അങ്ങനെ തന്നെ കൊണ്ടുപോവാം അല്ലെ. പിന്നെ അത് വേർതിരിക്കണ്ട, നമ്മൾ ആ ജോലി എളുപ്പാക്കിയല്ലേ ചെയ്യാ. മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ ഭാരം കുറയ്ക്കുന്നു. കൂടാതെ എന്തും കൂടി, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഇഞ്ചുറീസ് അല്ലെ, പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു അല്ലെ. നമ്മ പറഞ്ഞു ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ, നമ്മ അതിൽ കൈയിട്ട് വരുമ്പോ എന്ത് വെച്ചും നമുക്ക് മുറിവുകൾ പറ്റാലോ, നീഡിൽസ്, സിറിഞ്ചസ് അല്ലെ, ബ്ലേഡുകള്, സ്കാൽപ്പൽസ്, പൊട്ടിയ ഗ്ലാസ് പാത്രങ്ങളൊക്കെ കൊണ്ട് നമുക്ക് കൈമുറിവ് വെച്ചാലോ. അപ്പൊ അങ്ങനെ ഒന്നുമില്ലാണ്ട് നമ്മുടെ എന്താണ് പരിക്കുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോത്? നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വരും, ഡെയിലി ഇമേജിൽ എത്ര ടണ്ണ് വേസ്റ്റ് വരും വരാം, അല്ലാണ്ട് ബാക്കിയൊന്നും വരില്ല കേട്ടോ. 55.8 അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. പിന്നത്തെ സോറി, ബയോമെഡിക്കൽ വേസ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് മിസ് തന്നെയാണ് എടുക്കുന്നത്. 5 മിനിറ്റ് നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്തോ കേട്ടാ, ബ്രേക്ക് എടുത്തോ. കുഴപ്പമുണ്ടോ? ഓക്കെ അല്ലേ എല്ലാവരും? ലബോറട്ടറി ഉണ്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട്, അപ്പൊ മിസ് ലബോറട്ടറി എടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ.
തുടങ്ങാലോ? നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് എടുക്കാനുള്ള ലാബാണ്. ലാബ് എന്താണ്? ലാബിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? നമ്മ എന്തിനാണ് ലാബിൽ പോകുന്നത്? ടെസ്റ്റുകൾ എന്ന് ചെയ്യാൻ അല്ലെ? എന്താണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്? ബ്ലഡ് മാത്രമാണോ? ഡയഗ്നോസിസ് ചെയ്യുന്നത് അല്ലെ? രോഗനിർണയം നടത്തുന്നു. യൂറിൻ, ബോഡി ഫ്ലൂയിഡ്സുകൾ അല്ലെ? സാമ്പിളുകളാണോ? സ്പെസിമെൻ അല്ലെ? നമ്മുടെ സാമ്പിളുകളല്ലേ? ബ്ലഡ് എടുക്കാം, യൂറിൻ എടുക്കാം, ടിഷ്യൂ ടെസ്റ്റ് ചെയ്യാം, സെൽസുകൾ ടെസ്റ്റ് ചെയ്യാം ഇല്ലേ? സെറങ്ങൾ ടെസ്റ്റ് ചെയ്തൂടെ? സെറം ടെസ്റ്റ് ചെയ്യില്ലേ? നമ്മുടെ കോവിഡ് എങ്ങനെയാണ് നമുക്ക് പരിശോധന നടത്തിയത്? ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണോ കോവിഡ് പരിശോധന നടത്തിയത്? ആണോ? നമ്മുടെ നോസിൽ നിന്ന് സെറം എടുത്തിട്ടല്ലേ, കുത്തിയെടുത്തിട്ടല്ലേ പരിശോധന നടത്തിയത് കോവിഡ്? അപ്പൊ എന്താണ്? നമ്മുടെ സാമ്പിളുകൾ അല്ലെ, സ്പെസിമെൻസുകള് പരിശോധന നടത്തി ഒരു പേഷ്യന്റിന്റെ ഹെൽത്തിനെ കുറിച്ചറിയ, ആരോഗ്യത്തെ കുറിച്ചറിയുന്നതാണ്. ആരോഗ്യത്തെ കുറിച്ചറിയുന്ന അതിനു വേണ്ട ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്? ലബോറട്ടറി എന്ന് പറയുന്നത് അല്ലെ? നമ്മളോട് വെച്ച ലബോറട്ടറി എവിടെയാണ്? ലബോറട്ടറി എന്താണെന്നല്ലേ? എന്താണ്? പേഷ്യൻസിന്റെ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട്, സെക്കൻഡ് മൊഡ്യൂള്, സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് ആ പേഷ്യന്റിന്റെ ഹെൽത്തിനെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ച് അറിഞ്ഞ് അതിലൂടെ എന്താണ്? ആ പേഷ്യന്റിന്റെ രോഗനിർണയവും പിന്നെന്താണ്? രോഗം തടയുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ട ഒരു സ്ഥലമാണ് ലബോറട്ടറി. ഇപ്പൊ ചിലപ്പോ ഒരാളെ കാണുമ്പോ നമുക്ക് ഒരു അസുഖവും തോന്നൂല, ആള് നല്ല ഹെൽത്തി ആയിരിക്കും. പക്ഷെ ചിലപ്പോ ആളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് ഷുഗർ ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം അല്ലെ? നമുക്ക് ഒരാളെ നോക്കിക്കഴിഞ്ഞിട്ട് പറയാൻ പറ്റുമോ അയാളുടെ ആരോഗ്യത്തെ കുറിച്ച്? പറയാൻ പറ്റുമോ? ഇല്ല. എന്താണ്? നമ്മ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തുന്നതായിരിക്കും നമ്മ വിചാരിക്കാത്ത അസുഖങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് അല്ലെ? അങ്ങനെ ടെസ്റ്റുകൾ നടത്തുന്ന, സാമ്പിളുകൾ കളക്ട് ചെയ്ത് ടെസ്റ്റുകൾ നടത്തുന്ന ഒരു സ്ഥലമാണ് ലബോറട്ടറി. നോക്കിയേ, ലബോറട്ടറി സർവീസസ്. ഇൻട്രൊഡക്ഷൻ, ആമുഖം. A medical laboratory or clinical laboratory is a place where tests are done on clinical specimens to get information about the health of a patient to help in diagnosis, treatment and prevention disease. അവിടെ വരെയുള്ളൂ കേട്ടാ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാട്ടാ. നെക്സ്റ്റ് അടുത്ത സെന്റൻസ് ആണ് കേട്ടാ, അവിടെ വരെയാണ്. അപ്പൊ എന്താണ്? രോഗനിർണയ ചികിത്സയിലും രോഗം തടയുന്നതിനും സഹായിക്കുന്നതിന് വേണ്ടി, അത് രണ്ടിനും ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, എന്തൊക്കെ അസുഖങ്ങളുണ്ട്, എന്തൊക്കെ ഡിസീസുകൾ ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സാമ്പിളുകൾ പരിശോധന നടത്തുന്ന സ്ഥലമാണ് മെഡിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറി. ക്ലിയർ ആയോ? രോഗനിർണയം നടത്തുന്നതിനും രോഗം തടയുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് സാമ്പിളുകൾ അല്ലെ, സ്പെസിമെനുകൾ എടുത്ത് പരിശോധന നടത്തുന്ന സ്ഥലത്തെയാണ് ക്ലിനിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ആമുഖമാണ്. അപ്പൊ കുറച്ചും കൂടി ഒരു ഔദ്യോഗിക രീതിയിലായിരിക്കും അല്ലെ പറയാ. സാധാരണ പറഞ്ഞാൽ എന്താ? ഒരു രോഗിയുടെ സാമ്പിളുകൾ കളക്ട് ചെയ്ത് അയാളുടെ ഡയഗ്നോസിസ് ചെയ്യുക അല്ലെ, രോഗനിർണയം നടത്തുക, അയാൾക്ക് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ, രോഗം തടയുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നറിയുന്നത്, അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്ന ഒരു സ്ഥലമാണ് ലാബ്. ഓക്കെ ആയോപ്പ? ഓക്കെ.
Medical laboratory differ in size and complexity and so provide different types of testing service. നമുക്ക് കാണുന്ന ലബോറട്ടറി എല്ലാം ഒരേപോലെയാണോ? സൈസിന്റെ അടിസ്ഥാനത്തിൽ, അവിടെ നൽകുന്ന ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരേപോലെയാണോ ഇരിക്കുന്നത്? ആണോ? അല്ല അല്ലെ, വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ. മിഡ് സൈസ് ഉണ്ട്, സ്മോൾ സൈസ് ഉണ്ട് അല്ലെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് രീതിയിലുള്ള ലബോറട്ടറി. ചില ലാബുകളിൽ എന്താണ് ബ്ലഡ് ടെസ്റ്റുകൾ, യൂറിന് മാത്രം ടെസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ. ചില ലാബുകളിൽ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് എക്സ്റേ, ECG അല്ലെ, സ്കാനിങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ. ചില ലാബുകളിൽ എന്താണ് അതിലും കൂടുതൽ അഡ്വാൻസ് ആയിരിക്കും അല്ലെ. മെഡിക്കൽ ലബോറട്ടറീസ് ഡിഫർ ഇൻ സൈസ്. മെഡിക്കൽ ലബോറട്ടറി അവരുടെ സൈസിന്റെ അടിസ്ഥാനത്തിൽ, കോംപ്ലക്സിറ്റി അതായത് സങ്കീർണതയുടെ അടിസ്ഥാനത്തിൽ, ആൻഡ് സോ പ്രൊവൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് സർവീസ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന, അവർ നൽകുന്ന ടെസ്റ്റിംഗ് പരിശോധന സർവീസുകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ദി ലബോറട്ടറി. മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ്. ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് വേരിയസ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റുകൾ. അവിടെ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകൾ ഉണ്ടാവില്ലേ, ഉപകരണങ്ങൾ ഉണ്ടാവില്ലേ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മൈക്രോസ്കോപ്പുകൾ അല്ലെ, സ്ലൈഡുകൾ അല്ലെ, പല പല എക്യുപ്മെന്റ്സുകളില്ലേ അവിടെ. അപ്പൊ ബയോമെക്കാനിക്കൽ പല രീതിയിലുള്ള വേരിയസ് പല രീതിയിലുള്ള ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റുകള്, എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ. മെറ്റീരിയൽസ്, കെമിക്കൽ സാധനങ്ങളില്ലേ, മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. ആൻഡ് റീഏജൻസ്, കെമിക്കൽസ് ഒക്കെ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഫോർ out of different laboratory investigative activities by using biological specimen. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ പല രീതിയിലുള്ള എക്യുപ്മെന്റുകൾ, മെറ്റീരിയൽസ് ഒക്കെ സൂക്ഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പല നമ്മുടെ ബയോളജിക്കൽ സ്പെസിമെനുകൾ അല്ലെ, പേഷ്യൻസിന്റെ, പീപ്പിൾസിന്റെ സാമ്പിളുകള് പല രീതിയിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ടിവിറ്റീസ് അല്ലെ, അന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന പോലെയാണോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്? ആണോ? അതേപോലെയാണോ കൾച്ചർ ചെയ്യുന്നത്? അല്ല. അതേപോലെയാണോ സെൽസുകൾ എക്സാമിൻ ചെയ്യുന്നത്, നമ്മുടെ സെല്ലുകള് പരിശോധിക്കുന്നത്? ഇതേപോലെയാണോ? അല്ല അല്ലെ. ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെയുള്ള ഡിഫറെന്റ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പല രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ, ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റുകളൊക്കെ ലാബുകളിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ അത്രയും ഭാഗം? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ എല്ലാവർക്കും? Okay. Next, the objectives of biomedical laboratory are providing its customers. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് സോറി ലബോറട്ടറി, നല്ലൊരു ലബോറട്ടറിയുടെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ചേർന്നത് കൊണ്ടുള്ള നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ജോബ് അല്ലെ, നല്ല രീതിയിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി ജോബിന് കയറാം. അപ്പൊ എന്തായിരിക്കും ലബോറട്ടറി ഉദ്ദേശം? എന്താണ്? പേഷ്യൻസിന് ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ, ചികിത്സയ്ക്ക് വേണ്ടി എക്സാക്ട് റിസൾട്ടുകൾ നൽകുക എന്നുള്ളതല്ലേ. അവരെ സാമ്പിളുകൾ പരിശോധിച്ച് കൃത്യമായ റിസൾട്ട്, പരിശോധനാ ഫലം നൽകുക അല്ലെ. അപ്പൊ അതന്നെ അതൊക്കെ ആർ പ്രൊവൈഡിങ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. എന്താണ്? ലബോറട്ടറിയിൽ വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പേഷ്യൻസ് ആവാം അല്ലെ. പേഷ്യൻസിന് എക്സാക്ട് റിസൾട്ട് വിച്ച് ഷെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് എന്നാണ്. അവരുടെ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി എക്സാക്ട് റിസൾട്ട്, കൃത്യമായ റിസൾട്ട് നൽകുക. സോറി, ഞാനത് പറഞ്ഞില്ല അല്ലെ. ഹോൾ ബ്ലഡ്, രക്തം, സെരം, പ്ലാസ്മ, യൂറിൻ, മറ്റേ സ്റ്റൂൾ എന്ന് പറഞ്ഞാലും മലം, നമ്മുടെ മോഷനെ പറയുന്നതാണ് സ്റ്റൂൾ.
ഓക്കെ, ഞാൻ വിട്ടുപോയി. നെക്സ്റ്റ് പറയാലോ. ഇത്രയും ഭാഗം ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസസ്. നമ്മുടെ ലാബ് സർവീസുകളെ നമ്മൾ 5ആയി ഡിവിഷൻ തിരിക്കുന്നുണ്ട്. അവിടെ ഫങ്ഷൻസിന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 5ആയി തരംതിരിക്കുന്നുണ്ട്. ലാബ് സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 5 ഡിവിഷൻസ്. ലാബ് സർവീസുകളെ 5ആയി തരംതിരിക്കുന്നു. ഫസ്റ്റ് ക്ലിനിക്കൽ പാത്തോളജി. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ പാത്തോളജി. സെക്കൻഡ് വൺ ക്ലിനിക്കൽ മൈക്രോബയോളജി. തേർഡ് വൺ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. നാലാമത്തത് യൂറിൻ അനാലിസിസ്, യൂറിനുകൾ ടെസ്റ്റ് ചെയ്യാല്ലേ. അഞ്ചാമത്തത് ബ്ലഡ് ബാങ്ക്. ഇനി ഓരോന്നും പറയാട്ടാ, അപ്പൊ നിങ്ങക്ക് ക്ലിയർ ആവും. ക്ലിനിക്കൽ പാത്തോളജി. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകള് എടുത്തും കാണിട്ട് എന്താണ് നമുക്ക് രോഗനിർണയം നടത്തുന്നതിനെയാണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. ബോഡി ഫ്ലൂയിഡ്സുകള് വെച്ചും കാണിട്ട് അവയെ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ രോഗനിർണയം, ലക്ഷണങ്ങള് അതൊക്കെ മനസ്സിലാക്കുന്ന വൈദ്യശാസ്ത്ര മെഡിക്കൽ ശാഖയെയാണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഹീമറ്റോളജി. ഹീമറ്റോളജി. ഹീമറ്റോളജി എന്തായിരിക്കും? ഹീമോഗ്ലോബിൻ കേട്ടിട്ടുണ്ടോ? ഹീമോഗ്ലോബിൻ കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്താണ്? ബ്ലഡിലുള്ളതാണ് അല്ലെ? അപ്പൊ ഹീമറ്റോളജി എന്തായിരിക്കും? ബ്ലഡ് റിലേറ്റഡ്. നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് അല്ലെ, ബ്ലഡ് എത്ര ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡിനെ കുറിച്ചുള്ള പഠനത്തെയാണ് ഹീമറ്റോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ബ്ലഡ്. നമ്മൾ ബ്ലഡിനെ കുറിച്ച് പഠിക്കുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? നമ്മുടെ ബ്ലഡിലെ WBC, RBC, പ്ലേറ്റ്ലെറ്റ് അല്ലെ, ഹീമോഗ്ലോബിന്, ഷുഗർ, കൊളസ്ട്രോൾ അല്ലെ, ESR, എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലെ? അങ്ങനെ നമ്മുടെ ഡയഗ്നോസിസിലെ രോഗനിർണയം നടത്താൻ സഹായിക്കുന്നു. ആണോ? ഇത് എഴുതണോ നിങ്ങൾക്ക്? ഹീമറ്റോളജി ഉണ്ട്, ഹിസ്റ്റോപാത്തോളജി ഉണ്ട്, നോട്ട് ചെയ്തെടുക്കണോ? പെട്ടെന്ന് പറ. എഴുതണോ? മിസ് പറയുന്നതോടൊപ്പം നോട്ട് എഴുതണോ? ഓക്കെ, അങ്ങനെ എഴുതിക്കോ. ഹീമറ്റോളജി, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബ്ലഡ്. വേഗം വേഗം എഴുതിക്കോട്ടാ. എക്സാമിന് ചിലപ്പോ ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത് സ്റ്റഡി ഓഫ് വൈറസ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് സെൽസ് ഏതാണ്? സ്റ്റഡി ഓഫ് സെൽസ് ഏതാണ്? സ്റ്റഡി ഓഫ് ടിഷ്യൂ ഏതാണ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ വരാം. ഹീമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ്. എന്നിട്ട് ബ്രാക്കറ്റില് എഴുതാം എന്താണ്, എന്തൊക്കെയാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ. എല്ലാം എഴുതണ്ട, കുറച്ച് എഴുതാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. WBC, RBC, പ്ലേറ്റ്ലെറ്റ്, HB, അതായത് ഹീമോഗ്ലോബിന്, കൊളസ്ട്രോൾ, ഷുഗർ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പൊ അത് എഴുതാം. നെക്സ്റ്റ് ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാല് ടിഷ്യൂവിനെ കുറിച്ചുള്ള പഠനം. സ്റ്റഡി ഓഫ് ടിഷ്യൂ. അപ്പൊ ടിഷ്യൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? ടിഷ്യൂവിനെ കുറിച്ച് അല്ലെ. നമ്മ എന്താണ്, ടിഷ്യൂവിന് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ അല്ലെ, എന്തെങ്കിലും അസാധാരണ സ്വഭാവങ്ങളുണ്ടോ അല്ലെ? നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ലേ? ടിഷ്യൂ ഒക്കെ ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റില്ലേ? Histopathology is the study of tissue. അങ്ങനെ എഴുതിയാൽ മതി. ജസ്റ്റ് എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എക്സാമ്പിൾ വേണമെങ്കിൽ ആന്തരിക ക്ഷതങ്ങള്, ഇന്റേണൽ ട്രോമ, ആന്തരിക ക്ഷതങ്ങള്, അതല്ലെങ്കിൽ എന്താണ് ടിഷ്യൂവിൽ എന്തെങ്കിലും അസാധാരണ സ്വഭാവങ്ങൾ എന്തെങ്കിലും അറിയാൻ പറ്റും. അതല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് സൈറ്റോളജി. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്?
സ്റ്റഡി ഓഫ് സെൽസുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അല്ലെ? അതിന്റെ സെൽസിന്റെ ഫംഗ്ഷന്റെ പ്രവർത്തനങ്ങൾക്ക് അതല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പിന്നെന്താണ് രോഗനിർണയം നടത്താലോ? ക്യാൻസർ ഒക്കെ രോഗനിർണയം നടത്താലോ സെൽസുകൾ പരിശോധിച്ചിട്ടല്ലേ? നമ്മുടെ സെൽസുകൾ പരിശോധിച്ചിട്ടല്ലേ ക്യാൻസർ ഒക്കെ നിർണ്ണയിക്കുന്നത്? അപ്പൊ എന്താണ് ക്യാൻസർ സെൽസിന്റെ ഫങ്ഷൻസ് സ്ട്രക്ചർ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് റുട്ടീൻ പാത്തോളജി. റുട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാൽ സാധാരണ ഡയഗ്നോസിസ് ചെയ്യില്ലേ? നമ്മുടെ ഫ്ലൂയിഡുകൾ ടെസ്റ്റ് ചെയ്ത് ബോഡി ഫ്ലൂയിഡുകൾ ടെസ്റ്റ് ചെയ്ത് ഡയഗ്നോസിസ് നടത്തുന്നതാണ് റുട്ടീൻ പാത്തോളജി. നെക്സ്റ്റ് ക്ലിനിക്കൽ മൈക്രോബയോളജി. ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ ടെസ്റ്റ് ചെയ്ത് കാണിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബാക്ടീരിയ അതല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ പാരസൈറ്റ്സിന്റെ ഒക്കെ അമീബ അങ്ങനെയുള്ളതിന്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഇമ്മ്യൂണിറ്റി പവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി. അത് എഴുതണോ? റുട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ സാധാരണയുള്ള നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ ആദ്യം അതൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ട് ഡയഗ്നോസിസ് ചെയ്യുന്നത്. ഡയഗ്നോസിസ് രോഗനിർണയം നടത്തുന്നതിനെയാണ് റുട്ടീൻ പാത്തോളജി എന്ന് പറയുന്നത്. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലേ? പാത്തോളജി സ്റ്റഡി ഓഫ് ഡിസീസ്. ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി എന്താണ്? ബാക്ടീരിയോളജി എന്തായിരിക്കും? സ്റ്റഡി ദ സയൻസ് ദാറ്റ് സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ദ സയൻസ് ദാറ്റ് science that deals with bacteria. ബാക്ടീരിയയുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നമുക്കുണ്ടോ നമ്മുടെ ശരീരത്തിൽ അല്ലെ? ബാക്ടീരിയയുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് രോഗങ്ങളുണ്ടോ എന്നറിയുന്നതാണ് ബാക്ടീരിയോളജി. നെക്സ്റ്റ് മൈക്രോബാക്ടീരിയോളജി. Mycobacteriology is the mycobacteriology is the study of bacteria. Micro alla myco is the study of bacteria in the genus Mycobacterium. Mycobacterium. Mycobacterium വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയ. ഓക്കെ, Mycobacteriology is the study of bacteria in the genus. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനം. മൈക്രോബാക്ടീരിയോളജി എന്ന് പറഞ്ഞാല് ബാക്ടീരിയ വിഭാഗത്തിൽപ്പെട്ട മൈക്രോബാക്ടീരിയം ജനുസിനെ കുറിച്ചുള്ളത്. ഇസ് ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഇൻ ദ ജനുസ് മൈക്രോബാക്ടീരിയം. ഈ മൈക്രോബാക്ടീരിയോളജി വെച്ച് കണ്ടാണ് ട്യൂബർകുലോസിസ് ലെപ്രോസി ഒക്കെ നിർണയിക്കുന്നത്. ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാല് ക്ഷയരോഗം. ഈ മൈക്രോബാക്ടീരിയം വിഭാഗത്തിൽപ്പെട്ട ട്യൂബർകുലോസിസ്, TB, ലെപ്രോസി കുഷ്ഠരോഗമില്ലേ, അത് ഈ വിഭാഗത്തിൽപ്പെട്ട ഫംഗസുകൾ ആണ് വരുത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള രോഗനിർണയം നടത്തുന്നതാണ് മൈക്രോബാക്ടീരിയോളജി. ക്ലിയർ ആയോ? ട്യൂബർകുലോസിസ്, ലെപ്രോസി. നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്, വൈറോളജി. വൈറോളജി എന്തായിരിക്കും? സ്റ്റഡി ഓഫ് വൈറസ് അല്ലെ? ഓക്കെ, സ്റ്റഡി ഓഫ് വൈറസസ്.
എങ്ങനെയാണ് നമുക്ക് വൈറസ് അല്ലെ പരത്തുന്ന രോഗങ്ങളാണ് അല്ലെ, കോവിഡ്, ഫ്ലൂ അല്ലെ, പനി, പകർച്ചപ്പനി അല്ലെ, ഫ്ലൂ, ഇബോള, യെല്ലോ ഫീവർ ഒക്കെ വൈറസ് പരത്തുന്നതല്ലേ. എക്സാമ്പിൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിക്കോട്ടാ. എന്താണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡുകളൊക്കെ പരിശോധിച്ച്, സെറങ്ങളൊക്കെ പരിശോധിച്ച് വൈറസിന്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ, വൈറോളജി, വൈറസുകളെ കുറിച്ചുള്ള പഠനം. COVID-19, ഫ്ലൂ, ഇബോള, യെല്ലോ ഫീവർ, H1N1. ഓക്കെ. നെക്സ്റ്റ് മൈക്കോളജി. ഫംഗസ്. ഓക്കെ, സ്റ്റഡി ഓഫ് ഫംഗസ് അല്ലെ. എന്താണ് ഫംഗസ് പരത്തുന്ന രോഗങ്ങൾ? സ്കിൻ ഡിസീസസ് വരും അല്ലെ നമുക്ക് ഫംഗസ് വരുത്തുമ്പോ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ലേ ഫംഗസുകളുടെ എന്തെങ്കിലും ഉപദ്രവമാണെന്നൊക്കെ? സ്കിൻ ഡിസീസ് അല്ലെ, റെസ്പിറേറ്ററി ഫംഗൽ ഡിസീസുകളൊക്കെ വരാറുണ്ട്. മൈക്കോളജി. ഇതെയോ പാരസൈറ്റോളജി, സ്റ്റഡി ഓഫ് ദി പാരസൈറ്റ്സ് അല്ലെ. പാരസൈറ്റ്സുകളെ കുറിച്ചുള്ള പഠനം. പാരസൈറ്റ്സുകളൊക്കെ എക്സാമ്പിൾ പറയാമോ നിങ്ങൾക്ക്? അമീബ, പ്രോട്ടോസോവ അല്ലെ പാരസൈറ്റ്സുകൾക്ക് എക്സാമ്പിൾ അല്ലേ? ഇപ്പൊ അടുത്തൊരു അസുഖം ഇറങ്ങിയാലോ, ഈ അമീബ പരത്തുന്ന രോഗമാണെന്നും പറഞ്ഞ് കേട്ടിരുന്ന എല്ലാവരും? അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലേ ആണോ? അതെന്തില്ല എന്നാണ്? കണ്ടാമിനേറ്റഡ് വാട്ടർ അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മീറ്റ്സുകള്, ഇറച്ചികളൊക്കെ എന്താണ് അധികം കുക്ക് ചെയ്യാണ്ട്, അധികം പാകം ചെയ്യാണ്ട് കഴിക്കുക. അതിലൂടെയൊക്കെയാണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നത്. സ്വിമ്മിംഗ് പൂളില് ഓക്കെ, ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള മലിനമായിട്ടുള്ള വെള്ളം കുടിക്കുക, അതിൽ കുളിക്കുക, അതോടോ അങ്ങനെയൊക്കെ. അപ്പൊ മൂക്കിലൊക്കെ നമ്മുടെ പോകൂലെ വെള്ളം, മൂക്കിലും വായിലൊക്കെ വെള്ളം പോകും നമ്മൾ കുളിക്കുമ്പോൾ. നെക്സ്റ്റ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി എന്താണ്? അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇമ്മ്യൂണിറ്റി, സ്റ്റഡി ഓഫ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം അല്ലേ. ഓക്കെ, എന്താണ് നമുക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് അല്ലെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്താണ്? നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയും അല്ലെ, നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും, അലർജി വരും, ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരും അല്ലെ. നെക്സ്റ്റ് സെറോളജി. സെറോളജി എന്താണ്? സെറം അല്ലെ, സെറം, സ്റ്റഡി ഓഫ് സെറം. സെറം വെച്ചിങ്ങാട്ട് എന്താണ്? COVID-19 ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തു അല്ലെ, COVID-19 ആന്റിബോഡീസ്. ഓക്കെ, ആന്റിബോഡീസ്, ഫീവർ, ജോയിന്റ് പെയിന്, അതൊക്കെ നമുക്ക് സെറം വെച്ചിങ്ങാട്ട് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാല് നമ്മുടെ പാത്തോളജിയുടെ ഒരു ഉപവിഭാഗം, ഒരു സബ് സ്പെഷ്യാലിറ്റിയെ പറയുന്നതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ ഉപയോഗിച്ചിങ്ങാട്ട് രോഗനിർണയം, ചികിത്സ, പ്രതിരോധക നടത്തുന്നതിന്റെ ഒരു ഭാഗമാണ് ബയോകെമിസ്ട്രി. നെക്സ്റ്റ് ബയോകെമിക്കൽ അനാലിസിസ്. ബയോകെമിക്കൽ അനാലിസിസ് എന്താണ്? ബയോകെമിക്കൽ അനാലിസിസ് എൻസൈമുകള്, കാർബോഹൈഡ്രേറ്റുകള്, ലിപ്പിഡുകള്, പ്രോട്ടീനുകള്, കരൾ പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെ അതിനൊക്കെ കുറിച്ച് പറയാം മിസ്. വിവിധ ബയോകെമിക്കൽ പ്രതിപ്രവർത്തനങ്ങളിലൂടെ വിവിധ ബയോകെമിക്കൽ
പ്രതിപ്രവർത്തനങ്ങളിലൂടെ എൻസൈമുകൾ എന്താണ് പലതരത്തിലുള്ള എൻസൈമുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ. റെസ്പിറേഷന്റെ ഭാഗമായിട്ട്, ഡൈജസ്റ്റേഷന്റെ ഭാഗമായിട്ട്, മസിൽസിന്റെയും നെർവ് ഫങ്ഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള എൻസൈമുകള്, കാർബോഹൈഡ്രേറ്റുകൾ അല്ലെ, ഫങ്ഷന് ചെയ്യുന്ന നമുക്കൊരു പ്രവൃത്തി ചെയ്യുന്നതിനായ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റ് അല്ലെ. കാർബോഹൈഡ്രേറ്റുകളിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാലേ ഇതൊക്കെ. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡുകള്, ലിപ്പിഡുകൾ എന്ന് പറഞ്ഞാല് വിറ്റാമിനുകള്, ഫാറ്റ്സുകളൊക്കെയാണ് ലിപ്പിഡുകൾ എന്ന് പറയുന്നത്. വിറ്റാമിൻസ് അല്ലെ, പലതരത്തിലുള്ള വിറ്റാമിനുകൾ ഉണ്ട് അല്ലെ. അപ്പൊ വിറ്റാമിനുകളെ കുറിച്ചൊക്കെ, ലിപ്പിഡുകള്, പ്രോട്ടീനുകളെ കുറിച്ച്, കരൾ പ്രവർത്തനം, ലിവറിന്റെ ഫങ്ഷൻസ് എന്നിവ നിർണയിക്കാൻ ഉപയോഗിക്കുന്ന കണ്ടെത്തൽ രീതിയെയാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹോർമോണൽ എസ്സേസ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാം. വിവിധ ബയോകെമിക്കൽ പ്രതിപ്രവർത്തനങ്ങളിലൂടെ, വിവിധ ബയോകെമിക്കൽ പ്രതിപ്രവർത്തനങ്ങളിലൂടെ എൻസൈമുകൾ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡുകൾ, പ്രോട്ടീൻ, കരൾ പ്രവർത്തനം എന്നിവ നിർണയിക്കാൻ ഉപയോഗിക്കുന്ന കണ്ടെത്തൽ രീതിയെയാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഹോർമോണൽ എസ്സേസ് കേട്ടിട്ടില്ലേ? ഹോർമോണൽ അതിൽ തന്നെയുണ്ട് അല്ലെ. ഹോർമോണുകളെ കുറിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. എന്താണ് നമ്മുടെ ശരീരത്തില് കറക്റ്റ് അളവില് ഹോർമോണിന്റെ അളവ് വേണം അല്ലെ. ഹോർമോൺ ലെവൽ ഉണ്ട്. അത് കൂടെ കുറയുക ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും അല്ലെ. തൈറോയിഡ്, PCOD, തൈറോയിഡ്, PCOD അല്ലെ, പ്രഗ്നൻസി പ്രോബ്ലംസ് അല്ലെ, ഇംബാലൻസ് ഇൻ ഹോർമോൺസ്, ഹോർമോൺസിന്റെ ഇംബാലൻസ് വരുമ്പോ ഒരു ലെവല് കറക്റ്റ് ആവാതെ കൂടുകയോ കുറയുകയോ വരുമ്പോ എന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ ആയോ? അത് ഡീപ്പായിട്ടൊന്നും ഇല്ല. ചിലപ്പോ ചോദിക്കാം സ്റ്റഡി ഓഫ് സെൽസ് ഏതാണ്, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് വൈറസ് ഏതാണെന്നൊക്കെ ചോദിക്കാട്ടാ എക്സാമിന്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇത് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ എല്ലാവരും? ഇത് നെക്സ്റ്റ് ഹൈറാർക്കി. ഹൈറാർക്കിയില് എന്താണ് ലാബിൽ വർക്ക് ചെയ്യുന്ന ആളാരാണ്, പൊസിഷൻ, അവരെ പൊസിഷൻ എന്താണ്, അവരെ എഡ്യൂക്കേഷൻ എന്തായിരിക്കും, അവരെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തായിരിക്കും, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ആദ്യത്തെ ഫസ്റ്റ് വൺ ലബോറട്ടറി ഡയറക്ടർ അല്ലെ, മേലെ ഹെഡായിട്ട് വരുന്നതാണ് ലബോറട്ടറി ഡയറക്ടർ. ആളുടെ ഡിഗ്രി എന്താണ്? ഡോക്ടറൽ ഡിഗ്രി അല്ലെ. ഒന്നിലെ MD അല്ലെങ്കിൽ PhD ഉള്ള ആളായിരിക്കും ലബോറട്ടറി ഡയറക്ടർ ആയിട്ട് വരുന്നത്. സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ്. ചിലപ്പോൾ ഈ ഡിഗ്രി മാത്രം മതിയാവില്ല. അവർക്ക് എന്താണ് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷനും കൂടി റെക്കമെൻഡേഷൻ ശുപാർശ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളെയും കൂടി ലബോറട്ടറി ഡയറക്ടറായി നിയമിക്കാറുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? controls and manages all lab operations and ensure quality patients care. എന്ത് ചെയ്യുന്നുണ്ട്? ലാബിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും മാനേജിലെ കൈകാര്യം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ടെസ്റ്റുകൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം അല്ലെ. ലാബിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ എന്താണ്? ക്വാളിറ്റി പേഷ്യൻസ് കെയർ അല്ലെ, പേഷ്യൻസിന് ക്വാളിറ്റി ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ നൽകുന്നു. എക്സ്പ്ലെയിൻ ടെസ്റ്റ് റിസൾട്ട്.
എന്താണ് ടെസ്റ്റ് റിസൾട്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു വിത്ത് കൺസൾട്ടിങ് പാത്തോളജിസ്റ്റ്. ആരാ ഇതില് പാത്തോളജിസ്റ്റ് അല്ലെ? പാത്തോളജിസ്റ്റ് ആരാണ്? ലാബ് ടെസ്റ്റുകൾ നടത്തുന്ന ആള് അല്ലെ? ബോഡി ഫ്ലൂയിഡ്സുകൾ ടെസ്റ്റ് ചെയ്ത് ഡയഗ്നോസിസ് ചെയ്യുന്ന ആളുകളാണ് പാത്തോളജിസ്റ്റ്. ക്ലിയർ ആയോ? ലാബിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. ക്വാളിറ്റി ഉള്ള പേഷ്യൻസ് കെയർ എന്ന് പറഞ്ഞാൽ അവിടെ ട്രീറ്റ്മെന്റ് അല്ലല്ലോ, ടെസ്റ്റ് റിസൾട്ടുകളാണ് അല്ലെ നൽകുന്നത് ലാബുകളിൽ നിന്ന്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായ ടെസ്റ്റ് റിസൾട്ടുകൾ നൽകുന്നു. പിന്നെന്താണ്? ടെസ്റ്റ് റിസൾട്ടുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ, അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ആ രീതിയിലെ പാത്തോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം അവർ അണ്ടറില് ടെസ്റ്റ് റിസൾട്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസറുടെ ക്വാളിഫിക്കേഷൻ doctoral degree, doctor അതായത് MD or PhD, maybe masters or bachelor degree experience with the board certification. ചിലപ്പോൾ എന്താണ് മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ, ബോർഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയ ആളുകളെയും ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിട്ട് നിയമിക്കാറുണ്ട്. ആളുടെ ഡ്യൂട്ടി എന്താണ്? ആളുടെ ഡ്യൂട്ടി provide supervision of technical and scientific functions of the lab. എന്താണ് ലാബുകളിൽ നമ്മൾ പറഞ്ഞു അല്ലെ, പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ, മെഷീനറീസ് ഇല്ലേ, ബയോമെക്കാനിക്കൽ അല്ലെ. അപ്പൊ എന്താണ് ടെക്നിക്കലിന്റെയും സയന്റിഫിക് ഫങ്ഷൻസിന്റെയും എന്താണ് സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. നെക്സ്റ്റ് ജനറൽ സൂപ്പർവൈസർ. ജനറൽ ആയിട്ടുള്ള മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ. ചില സമയത്ത് ഓരോ ഡിപ്പെൻഡിങ് ഓൺ ലാബ് ആൻഡ് എക്സ്പീരിയൻസ്, ഓരോ ലാബിന് ചിലപ്പോൾ ലാബിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ സൂപ്പർവൈസറോ അതല്ലെങ്കിൽ ലാബ് ഡയറക്ടറോ ആയിരിക്കും ജനറൽ സൂപ്പർവൈസർ ആയിട്ട് വരുന്നത്. ഇവരെന്താണ്? അതല്ലെങ്കിൽ MLS, അതല്ലെങ്കിൽ MT ഓർ MLT ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും ജനറൽ സൂപ്പർവൈസർ ആയിട്ട് വരുന്നു. MLS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയോ? MLS എന്താണ്? മാസ്റ്റർ ഓഫ് മെഡിക്കൽ, MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. MT മെഡിക്കൽ ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ MLS അല്ലെങ്കിൽ MT കഴിഞ്ഞ ആൾ അല്ലെങ്കിൽ MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും ജനറൽ സൂപ്പർവൈസർ ആയിട്ട് വരുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദി ലാബ്. എന്താണ്? ലാബിലെ ദൈനംദിന അല്ലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളെ സൂപ്പർവിഷൻ നടത്തുന്നു, മേൽനോട്ടം വഹിക്കുന്നു. എന്താണ്? ഓരോ ദിവസം ലാബുകളിൽ അല്ലെ ഒരുപാട് ടെസ്റ്റ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, പരിശോധന നടത്തുന്നില്ലേ? അങ്ങനെയുള്ള ദിവസേനയുള്ള പ്രവർത്തനങ്ങള് സൂപ്പർവിഷൻ നടത്തുന്നു. നെക്സ്റ്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ MLT. MT എന്ന് പറഞ്ഞാല് മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് accredited MLT or certificate program licensor or certification may be required by employer. MLS എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആയിട്ട് വരുന്നത് ഒന്നിലെ അതുമായി ബന്ധപ്പെട്ട ഡിഗ്രി കഴിഞ്ഞാൽ MLT പോലുള്ള ഡിഗ്രി കഴിഞ്ഞ ആളുകള് അല്ലെങ്കിൽ ലൈസൻസ് കിട്ടിയ ആളുകൾ ഉണ്ടാവും അല്ലെ, സർട്ടിഫിക്കേഷൻ. ഇപ്പൊ എന്താണ് ലാബുകൾ നടത്തുന്നതിന് അതുമായി ബന്ധപ്പെട്ട കോഴ്സ് കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയ ആളുകൾക്ക് മാത്രമാണ് ലാബുകൾ തുടങ്ങാൻ പറ്റുള്ളൂ. ഫാർമസി അങ്ങനെയല്ലേ, B.Pharm ഒക്കെ കഴിഞ്ഞ് അല്ലെ, ലൈസൻസ് കിട്ടിയ ആളുകൾക്ക് മാത്രമല്ലേ നമ്മുടെ ഗവൺമെന്റിന് അവർക്ക് എന്താണ് ലൈസൻസ് കിട്ടണം അല്ലെ തുടങ്ങാനായിട്ട്. ആണോ? അപ്പൊ
അങ്ങനെ ലൈസൻസ് കിട്ടിയ ആളുകളും മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവരെന്താ ചെയ്യേണ്ടത്? പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ MLS or MT. എന്താണ് കസ്റ്റമറുടെ ടെസ്റ്റുകൾ നടത്തുക, എന്താണ് അവരെ സാമ്പിളുകള് പരിശോധന നടത്തുക, ക്വാളിറ്റി കൺട്രോൾ അല്ലെ, നല്ല ഗുണനിലവാരമുള്ള ടെസ്റ്റുകൾ നടത്തുക. അണ്ടർ സൂപ്പർവിഷൻ ആരുടെ അണ്ടറിലാണ് ഇവർ പ്രവർത്തനം ചെയ്യുന്നത്? MLS-ന്റെ അല്ലെങ്കിൽ MT-യുടെ അണ്ടറിൽ, അതായത് ജനറൽ സൂപ്പർവൈസറുടെ അണ്ടറിലായിരിക്കും ഇവര് പ്രവർത്തനങ്ങൾ ക്വാളിറ്റി ഉള്ള ടെസ്റ്റുകള് നടത്തുന്നത്. നെക്സ്റ്റ് ഫ്ലുബോട്ടോമിസ്റ്റ് PBT. ഫ്ലുബോട്ടോമിസ്റ്റിനെ ചുരുക്കി പറയുന്നതാണ് PBT. ഫ്ലുബോട്ടോമിസ്റ്റ് എന്ന് പറഞ്ഞാല് രക്ത സാമ്പിൾ എടുക്കൂലേ, നമ്മ ലാബുകളിൽ ചെയ്യുമ്പോ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യില്ലേ? അവരാണ് ഫ്ലുബോട്ടമിസ്റ്റ്. രക്തസാമ്പിൾ എടുക്കുന്ന ആളെ പറയുന്നത്, അതായത് സാമ്പിളുകൾ എടുക്കുന്ന ആളെ പറയുന്നതാണ് ഫ്ലുബോട്ടമിസ്റ്റ്. അവരെന്താണ് ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്, ട്രെയിനിങ്ങോ പരിശീലനമോ അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. നമ്മ ഈ +2 കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പഠിക്കുന്ന കോഴ്സില്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ 6 മാസത്തെ ലാബ് കോഴ്സുകൾ ഉണ്ട് അല്ലെ, കേട്ടിട്ടുണ്ടാവും. ലബോറട്ടറി കോഴ്സുകൾ 6 മാസത്തെ. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞ ഡിപ്ലോമ അല്ലെ, അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞ ആളുകളാണ് ഫ്ലുബോട്ടമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനം എന്താണ്? ഗ്യാദർ ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യൻസ് ഫോർ ലാബ് ടെസ്റ്റ്. എന്താണ് പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ബ്ലഡുകള് കളക്ട് ശേഖരിക്കുകയും ലാബ് ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യും. പേഷ്യൻസ് ഫോർ ലാബ് ടെസ്റ്റ് അല്ലെ, എന്താണ് പേഷ്യൻസിന് ലാബ് ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി ബ്ലഡ് സാമ്പിളുകള് ശേഖരിക്കുക, കളക്ട് ചെയ്യുക. ഓക്കെ ആയോ? ഇൻഫ്രാസ്ട്രക്ചറും കൂടി എടുത്തോട്ടെ മിസ്, എടുക്കുന്നുണ്ടോ? അതും കൂടി എടുത്തോട്ടെ. Infrastructure of the laboratory changes with the needs of the clinical result or service provided by the laboratory. എന്നാണ് ഓരോ ലബോറട്ടറിയും അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന, അവിടെ നൽകുന്ന സർവീസുകളുടെയും അതല്ലെങ്കിൽ ക്ലിനിക്കൽ റിസർച്ച്, ക്ലിനിക്കൽ ഗവേഷണങ്ങളുടെ വിഭാഗത്തിലും ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ. നമ്മ ആദ്യം പറഞ്ഞു അല്ലെ, ഓരോ ലബോറട്ടറീസും അവിടെ സൈസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, അവിടെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ബട്ട് ദ ബേസിക് നീഡ്സ്, പക്ഷെ അവിടുത്തെ ബേസിക് നീഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഷുഡ് മീറ്റ് ദ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡും റെഗുലേറ്ററി കാര്യനിർവഹണത്തിനുമുള്ള കാര്യങ്ങള്, ബേസിക് നീഡ്സുകള്, ബേസിക് ആവശ്യങ്ങള് പാലിക്കുന്നുണ്ട്. ഇപ്പൊ ബ്ലഡ് സാമ്പിൾ എടുക്കാനുള്ള സ്പേസുകള്, പേഷ്യൻസിന് അല്ലെ യൂറിനൊക്കെ എടുക്കണേ അതിനുള്ള സാമ്പിൾ എടുക്കാനുള്ള സ്പേസ്, അങ്ങനെ എന്താണ് കാര്യനിർവഹണത്തിൽ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങള് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീഡ്സുകൾ, ആവശ്യങ്ങൾ നടത്തുന്നതിനുള്ള ബേസിക് നീഡ്സുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, അതായത് ക്വാളിറ്റി ഉള്ള. Next, infrastructure of a laboratory directly affects the quality of research data, efficiency and safety of laboratory workers. അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ, ആന്തരിക ഘടന എന്തിനൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്? നേരിട്ട് എഫക്ട് ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ അല്ലെ, അവിടുത്തെ ക്വാളിറ്റി, ഗുണനിലവാരത്തെ എഫക്ട് ചെയ്യില്ലേ? അവിടുത്തെ നൽകുന്ന ടെസ്റ്റുകളുടെ ക്വാളിറ്റി എഫക്ട് ചെയ്യില്ലേ? അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വേണ്ടേ ടെസ്റ്റുകൾ നടത്താൻ, ആവശ്യമായ പരിശോധനകൾ നടത്താൻ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ വേണം അല്ലെ. അപ്പൊ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ, ആന്തരിക ഘടന ഡയറക്റ്റ് ആയിട്ട് എന്തിനൊക്കെ ബാധിക്കുന്നുണ്ട്? ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ. റിസർച്ച് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഗവേഷണം എന്ന് വെച്ചാൽ നമുക്ക് തരുന്ന ടെസ്റ്റ് റിസൾട്ട് അല്ലെ, ടെസ്റ്റുകളെ ബാധിക്കുന്നുണ്ട്. എഫിഷ്യൻസി അല്ലെ,
കാര്യക്ഷമതയെ ബാധിക്കുന്നുണ്ട്. ആൻഡ് സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ് അല്ലെ, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സുരക്ഷിതത്വം സേഫ്റ്റിയെയും ബാധിക്കുന്നുണ്ട്. ഒരുപാട് കെമിക്കൽസ് അവർ കെമിക്കലുകളൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ അവർ ടെസ്റ്റ് റിസൾട്ടുകൾ തരുന്നത്, ടെസ്റ്റ് നടത്തുന്നത്. പല കെമിക്കലും ഉപയോഗിച്ചിട്ടൊക്കെ അല്ലേ പല പ്രതിപ്രവർത്തനങ്ങളും നടത്തിയിട്ടാണ് അല്ലെ. അപ്പൊ അത് കറക്റ്റ് രീതിയിൽ. പിന്നെ എക്സ്റേ സ്കാനിങ്ങുകളൊക്കെ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ റേഡിയേഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആന്തരിക ഘടനയില്ലെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി അത് ബാധിക്കും അല്ലെ, എഫിഷ്യൻസി കാര്യക്ഷമതയെ ബാധിക്കും. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സേഫ്റ്റിയെ സുരക്ഷിതത്വത്തെയും ബാധിക്കുന്നു. ദ മാനേജ്മെന്റ് ഓഫ് the laboratory is responsible for providing sufficient resources to staff. എന്താണ് സ്റ്റാഫുകൾക്ക് അവർക്ക് ആവശ്യമായ റിസോഴ്സുകള് വിഭവങ്ങള് എത്തിച്ചു കൊടുക്കണം അല്ലെ. അവർക്ക് ടെസ്റ്റുകൾ ഇപ്പൊ എന്താണ് ചെറിയത് മുതൽ അല്ലെ, നീഡില് വേണം, ടെസ്റ്റ് ട്യൂബുകൾ വേണം, മൈക്രോസ്കോപ്പുകൾ വേണം, കെമിക്കൽസ് വേണം അല്ലെ, പല സാധനങ്ങളും വേണ്ടേ അവർക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. കോട്ടൺസ് വേണം എന്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മിസ് പറഞ്ഞത്. എക്യുപ്മെന്റ്സുകൾ വേണം. അപ്പൊ എന്താണ് മാനേജ്മെന്റ് എന്താണ്, അവർക്ക് എന്താണ് ഉത്തരവാദിത്വം അവിടുത്തെ മാനേജ്മെന്റിന്? ആ സ്റ്റാഫുകൾക്ക് അവിടെയുള്ള സ്റ്റാഫുകൾ, ലബോറട്ടറിയിലെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് ആവശ്യമായ സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കുക. ടു ഗ്യാരണ്ടി എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് എ ലബോറട്ടറി. ലബോറട്ടറിയിലെ എഫിഷ്യന്റ് വർക്കിങ്ങുകള് ഗ്യാരണ്ടി ചെയ്യാല്ലേ അല്ലെ, കാര്യക്ഷമതയുള്ള വർക്കാണെന്ന് ഗ്യാരണ്ടി ചെയ്യുക. ഇത്രയും ഭാഗം ക്ലിയർ ആയോ എല്ലാവർക്കും? ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആയോ? ബയോമെഡിക്കൽ വേസ്റ്റും ലബോറട്ടറിയും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്ന് എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. എക്സാം ഒക്കെ പറയൂ കേട്ടോ, എന്നാലും ഓഫീസിൽ നിന്ന് ഇൻഫോം ചെയ്യൂട്ടാ.